കമാൺ, എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്വാഗതം ചെയ്താണ്. കമാൺ ട്രിവാൻഡ്രം, ഇനി കരങ്ങളെ അടിച്ച് ശക്തിയോടെ. Thank you Jesus, blessed be the name of the Lord. കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാണ്. Welcome you Holy Spirit. കണ്ണുകളെ അടച്ച് ജീവനുള്ളതൊക്കെയും ഇനി കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കൂ. ഇൻപവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കൂ. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കൂ. എന്നിമ്പവും നീയേ, ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കൂ. അങ്ങേ ഞാൻ ആരാധിക്കും എൻ യേശുവിനെ, അങ്ങേ ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, അങ്ങേ ഞാൻ ആരാധിക്കും എൻ നാഥനെ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയാ, 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 ആമേൻ. ഹല്ലേലൂയാ, 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 ആമേൻ. ഔഷധം നീയേ, ഓഹരിയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കൂ. എൻ ഔഷധം യേശു, ഔഷധം നീയേ, ഓഹരിയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കൂ. എൻ ആൽഫയും യേശു, ആൽഫയും നീയേ, ഓമേഗയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കൂ. എൻ ആൽഫയും യേശു, ആൽഫയും നീയേ, ഓമേഗയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കൂ. തലയ്ക്ക് മുകളിൽ കരങ്ങൾ ഉയർത്തി അങ്ങേ ഞാൻ ആരാധിക്കും എൻ യേശുവിനെ, അങ്ങേ ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, അങ്ങേ ഞാൻ ആരാധിക്കും എൻ ഇടയനെ, അങ്ങേ ഞാൻ ആരാധിക്കും എൻ ഉടമസ്ഥനെ, അങ്ങേ ഞാൻ ആരാധിക്കും എൻ മണവാളനെ, അങ്ങേ ഞാൻ ആരാധിക്കും എൻ പാറയും എൻ പരിചയം, എൻ ശൈലവും എൻ കോട്ടയും, എൻ നാഥനും എൻ നീതിയും നീയേ. എൻ മഹത്വം, എൻ ശക്തി, എൻ പ്രാപ്തി, എൻ ജീവൻ, എൻ മറവിടം, എൻ ഉറവിടം യേശുവേ.
ഹല്ലേലൂയ 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 ആമേൻ. Hello, Toronto, worship the Lord. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ ആമേൻ. Hallelujah. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ കർത്താവേ, ഒരിക്കൽ കൂടെ അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുന്നപ്പാ, ഏതൊരു കാര്യത്തിന്റെ ആരംഭത്തെക്കാളും അതിന്റെ അവസാനത്തെ ഏറ്റവും നല്ലതാക്കി തീർക്കുന്ന കർത്താവ്, ഈ മൂന്നാമത്തെ രാത്രിയെ അവിസ്മരണീയമാക്കുവാൻ അങ്ങയുടെ മഹത്വ സാന്നിധ്യമായി അങ്ങയുടെ ശക്തന്മാരായ ദൂതന്മാരുമായി ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് ഇറങ്ങി വന്നിരിക്കുന്ന ദൈവ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. I will raise my church and the gates of hell cannot prevail against it. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് അരുൾ ചെയ്ത ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ നസ്രേയനായ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ സകല പാതാള ശക്തികളെ ശാസിച്ച് ജയമെടുക്കുന്നു. ഈ രാത്രിയിലും ആത്മാക്കൾ വിടുവിക്കപ്പെടട്ടെ. ഇന്ന് രാത്രിയിലും ജീവപുസ്തകത്തിൽ ആത്മാക്കളുടെ ജനത്തിന്റെ പേരുകൾ എഴുതപ്പെടുമാറാകട്ടെ. ആഴമായ തീരുമാനത്തിലേക്കും സമർപ്പണത്തിലേക്കും ഇന്ന് രാത്രിയും വ്യക്തികളും കുടുംബങ്ങളും വേർതിരിയട്ടെ. ഞങ്ങൾ കുറയണം, അങ്ങ് വളരണം. അങ്ങയുടെ നാമത്തെ മാത്രം ഈ രാത്രി ഒരിക്കൽ കൂടെ മഹത്വമെടുക്കണം, യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. തലയ്ക്ക് മുകളിൽ നിങ്ങളുടെ രണ്ട് കരങ്ങളെ ഉയർത്തി ആ കരങ്ങളെ ചേർത്തടിച്ച്, തലയ്ക്ക് മുകളിൽ കരങ്ങളെ ഉയർത്തി കരങ്ങളെ ചേർത്തടിച്ച്, come on, you can do better than that. ആരെക്കാൾ നന്നായി ദൈവത്തെ സ്തുതിച്ചാട്. We glorify your name. ദയവായി ദൈവത്തിന്റെ സന്നിധിയിലിരുന്നാട്. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ പിൻപിൽ പ്രവർത്തിച്ച എല്ലാ സഹോദരന്മാർക്കും എല്ലാ കുടുംബങ്ങൾക്കും ദൈവമക്കൾക്കും കർത്താവിൻ്റെ നാമത്തിൽ ഹൃദയത്തിന് ആഴത്തിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളേവരും സംഘാടകർ ഈ സെഷൻ്റെ അവസാനത്ത് ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വരുമ്പോൾ വാഗ്ദത്തത്തിൻ്റെ നേരം സ്തോത്രം ലോഡ്സിന് ഒരിക്കൽ കൂടെ പാടും. ദൈവ സാന്നിധ്യം ഒരിക്കൽ കൂടെ നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കും. നിങ്ങൾക്കായി ശുശ്രൂഷിപ്പാൻ കർത്താവ് നൽകിയതായ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം ഒരു പദവിയായി കരുതുന്നു. വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കായി ദൈവത്തിന് സ്തോത്രം. അതെ, പല ദൈവത്തിൻ്റെ കൃപയിൽ പല ദൈവദാസന്മാർ നമ്മുടെ മധ്യത്തിൽ വർഷിപ്പ് ലീഡേഴ്സായി ഉണ്ടായിരുന്നു. ഇന്ന് രാത്രിയിലും ലോർഡ്സൺ ആൻ്റണി നമ്മുടെ മധ്യത്തിലുണ്ട്. അദ്ദേഹത്തിനായി ദൈവത്തിന് സ്തോത്രം. കരങ്ങളെ അടിച്ച കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചാണ്. ബോബസിനായി കൂടെ ആയിരിക്കുന്ന സഹോദരങ്ങൾക്കായി വണ്ടർഫുൾ ഓർക്കസ്ട്ര, നിങ്ങൾക്ക് എല്ലാവർക്കായി ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ നടന്ന നാളുകൾ കഴിഞ്ഞു. കർത്താവിന് വേണ്ടി അധികം ഓടുവാൻ ദൈവം നിങ്ങളെ വീണ്ടും ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യട്ടെ. യെസ്, ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 24, 25, 26 വാക്യങ്ങളിൽ നിന്നാണ് ഈ 3 സന്ധികളിലും ദൈവകൃപയാൽ നാം സ്തോത്രം കേട്ടുവന്നത്. ദൈവകൃപയാൽ മനസ്സിലാക്കുക, ഒരു ചാർച്ചിനെ താഴ്ത്തുവാനോ ഒരു ദൈവദാസനെ കുറ്റം പറവാനോ അല്ല ഞാനിവിടെ നിൽക്കുന്നത്. വേറൊരു സഭയെ ഉയർത്തുവാനോ വേറെ ഏതെങ്കിലും മനുഷ്യനെ അതേ പുകഴ്ത്തുവാനോ അല്ല. പകരം ഒരൊറ്റ അജണ്ട മാത്രമാണുള്ളത്. സകല നാമത്തിനു മേലായ യേശു കർത്താവിൻ്റെ നാമം മാത്രം മഹത്വമെടുക്കുകയാണ്. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞ് സംഖ്യാപുസ്തകം 6:24, 25, 26 വാക്യങ്ങൾ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപ ഉള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് സൗദി അറേബ്യയിലായിരിക്കുന്ന മരുഭൂമിയുടെ സമനിലത്തിൽ സമാഗമന കൂടാരം നിവർത്തി 5 യാഗങ്ങളെ ദൈവത്തിന് മുൻപിൽ അർപ്പിച്ചിട്ട് മടങ്ങുന്ന ജനത്തിന് ഈ അനുഗ്രഹ വചനങ്ങളാണ് പുരോഹിതന്മാർ അതേ അനുഗ്രഹിച്ച് നൽകിയത്.
ശലോമോൻ യഹോവയ്ക്ക് വേണ്ടി ആലയത്തെ പണിതപ്പോഴും ആ പതിവ് മാറിയതേയില്ല. 5 യാഗങ്ങളെ നിങ്ങൾക്ക് ലേവ്യാപുസ്തകം ആദ്യത്തെ 7 അധ്യായത്തിൽ വായിപ്പാൻ ഗുണം കഴിയുന്നു. ആ 5 യാഗങ്ങൾ അർപ്പിച്ച് കടന്നു പോകുന്നതായ ജനത്തെ നോക്കി ഈ 3 അനുഗ്രഹ വചനങ്ങൾ പുരോഹിതന്മാർ അത് ഇവണ്ണം പറഞ്ഞു: യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകട്ടെ. അതിൻ്റെ 2ാം ഭാഗം ആദ്യ ദിവസം നാം കേട്ടു, ദൈവത്തിൻ്റെ കൃപ. ഇന്നലെ രാത്രി ശക്തമായി നമ്മൾ മനസ്സിലാക്കി ദൈവത്തിൻ്റെ അനുഗ്രഹം. ഇന്ന് രാത്രി നാം കേൾക്കുവാൻ വേണ്ടി പോകുന്നത് ദൈവത്തിൻ്റെ സമാധാനം. ലോകത്തിൽ 2 കൂട്ടരാണ് സ്തോത്രമുള്ളത്: സമാധാനമില്ലാത്തതായ വലിയൊരു കൂട്ടവും സമാധാനം ഉള്ളതായ ഒരു ചെറിയൊരു കൂട്ടവും. ആർക്കാണ് സമാധാനം ഇല്ലാത്തത്? തിരുവചനം കൃത്യമായി പറയുന്നു, പണവും പദവിയും സ്ഥാനവും മാനവനും ഉള്ളവൻ അല്ല. പകരം ആർക്കാണ് സമാധാനമില്ലാത്തത്? യെശയ്യാവിലൂടെ ദൈവം പറഞ്ഞു, ദുഷ്ട മനുഷ്യർക്ക് സമാധാനം ഇല്ല. ദുഷ്ട മനുഷ്യർക്ക് സമാധാനമില്ല. മനുഷ്യർ എത്ര ഉന്നതനെങ്കിലും എത്ര ലോകപ്രസിദ്ധരാണെങ്കിലും അവർക്കൊരിക്കലും സ്തോത്രം യേശു കർത്താവിൻ്റെ സാന്നിധ്യം ഇല്ലയോ? യേശു ഇല്ലാത്തവന് സമാധാനം ഇല്ല എന്ന് വേദപുസ്തകം പറയുന്നു. വലിയൊരു രാഷ്ട്രീയ നേതാവ് ലോകത്തെ നടക്കുന്ന ക്രമത്തിൽ അംഗരക്ഷകന്റെ വെടിയേറ്റ് മരിച്ചു വീഴുകയുണ്ടായി. ഇന്ത്യ ടുഡേ എന്നറിയപ്പെടുന്ന സെക്യുലർ മാഗസിനിൽ പിന്നത്തേതിൽ ആ റൈറ്റപ്പ് ഇപ്രകാരം കടന്നു വന്നു: അവർ മരിച്ചു വീഴുന്നതിന് ചില ആഴ്ചകൾ കൊണ്ട് എല്ലാ രാത്രികളിലും അവരിങ്ങനെ സ്വപ്നം കാണുമായിരുന്നു അത്രേ. ലോകപ്രസിദ്ധിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ മുൻനിരയിൽ നിന്നതായ ഒരു ലീഡർഷിപ്പിൽ ഇരുന്നതായ വ്യക്തിയാണ്. പക്ഷേ എല്ലാ രാത്രികളും ഉറങ്ങി വരുമ്പോൾ നിലം തൊടാതെ വെള്ള സാരി വരിച്ചു ചുറ്റി തലമുടി അതേ അഴിച്ചിട്ട ഒരു ഭീകര സത്വം ആ റൂമിൽ ഉലാവുന്നത് അവർ കാണും. ആ ഭീകര സ്വത്വം ഉലാവുന്നത് കാണുമ്പോൾ പെട്ടെന്ന് ഞെട്ടും. ലൈറ്റ് ഓൺ ചെയ്യും, റൂം ശൂന്യമായിരിക്കും. വീണ്ടും ഉറങ്ങി വരുമ്പോൾ വീണ്ടും ഭീകര സ്വത്വം ആ വലിയ പ്രധാനമന്ത്രിയുടെ റൂമിൽ ഉലാവുകയാണ്. അവർക്ക് രാത്രികൾ ഉറക്കമില്ല. ആഴ്ചകൾ ഇങ്ങനെ സ്തോത്രം മുന്നോട്ട് പോയി. തൻ്റെ ഏറ്റവും അടുത്തതായ സുഹൃത്തിനെ വിളിച്ചു വരുത്തിയിട്ട് ഈ പ്രകാരം പറഞ്ഞു: ഞാൻ ലോക പ്രസിദ്ധിയാണ്, എനിക്ക് പദവിയുണ്ട്, എനിക്ക് വലിയ വലിയ കാര്യാദികളുണ്ട്, പക്ഷേ എനിക്ക് എന്തില്ല? എനിക്ക് സമാധാനം ഇല്ല. ഇന്ന് രാത്രിയിലും കോടികളെ സമ്പാദ്യം ആർക്കൊക്കെ ഉണ്ടായിരിക്കാം, വലിയ കുടുംബം ഉണ്ടായിരിക്കാം, പേരിന്റെ കൂടെ എഴുതുവാൻ ഡിഗ്രി ഉണ്ടായിരിക്കാം, ഈ പട്ടണത്തിൽ പല പിടിപാടുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ ആരാണെങ്കിലും എന്താണെങ്കിലും നിന്റെ ഹൃദയത്തിൽ അത് യേശുവിന്റെ സാന്നിധ്യം ഇല്ല എങ്കിൽ, യേശുവിനെ നീ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, തിരുവചനം പറയുന്നു സ്തോത്രം നിനക്ക് സമാധാനം ഇല്ല. ദുഷ്ട മനുഷ്യർക്ക് സമാധാനമില്ല. എന്നാൽ അതേ സമയത്ത് കൂലി വേല ചെയ്യുന്നവനായിരിക്കാം, അന്തിയിൽ ഉറങ്ങുന്നതിന് മുൻപ് കഞ്ഞിയും സംബന്ധിയും അവന്റെ അടുക്കൽ യേശു ഉണ്ടെങ്കിൽ അവൻ പാതാളത്തിലല്ല, അവൻ അനുഭവിക്കുന്നത് പരലോകത്തിന്റെ സന്തോഷമായിരിക്കും, പരലോകത്തിന്റെ സമാധാനമായിരിക്കും. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു, നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് is not the God of peacelessness. അവൻ ഒരിക്കലും അസമാധാനത്തിന്റെ ദൈവമല്ല, അവൻ സമാധാനത്തിന്റെ ദൈവം. തിരുവചനം പറയുന്നു, റോമർ 16:20 വായിക്കുമ്പോൾ, സമാധാനത്തിന്റെ ദൈവം തന്നെ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴാക്കി ചതച്ചു കളയും. അർത്ഥം, പിതാവായ ദൈവം അവൻ സമാധാനത്തിന്റെ ദൈവം. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. നമ്പർ 2, യെശയ്യാ പ്രവചനം 9:6 വായിക്കുമ്പോൾ, തൃത്വത്തിൽ രണ്ടാമനായ അതേ യേശു കർത്താവിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു, His wonderful counselor, mighty God, everlasting Father and the Prince of Peace. അവൻ അത്ഭുതവാൻ, ആലോചനയിൽ കർത്താവ്, വീരനാം ദൈവം, നിത്യ പിതാവ്. ബാക്കി പറ, സമാധാനത്തിന്റെ പ്രഭു. പിതാവായ ദൈവം സമാധാനത്തിന്റെ ദൈവം, യേശു കർത്താവ് സമാധാനത്തിന്റെ പ്രഭു. മൂന്നാമതായി ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധ ആത്മാവിലും നിറയപ്പെട്ട പറവാൻ കഴിയും. ഗലാത്യർ 5:22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആത്മാവിന്റെ 9 ഫലമുണ്ട്: സ്നേഹം, സന്തോഷം, സമാധാനം. ആത്മാവിന്റെ ഫലത്തിൽ മൂന്നാമത്തെ ആത്മാവിന്റെ ഫലം സ്തോത്രം സമാധാനമത്രേ. പിതാവായ ദൈവത്തിൽ സമാധാനം, പുത്രനിൽ സമാധാനം, പരിശുദ്ധ ആത്മാവിൽ സമാധാനം. നമ്മുടെ ദൈവമോ കലഹങ്ങളുടെ ദൈവമല്ല, നമ്മുടെ ദൈവം ഖിന്നതകളുടെയും ഭിന്നതകളുടെയും ദൈവമല്ല, നമ്മുടെ ദൈവം കൂട്ടി തമ്മിൽ അടിപ്പിക്കുന്ന കർത്താവല്ല. നമ്മുടെ ദൈവം അവൻ സമാധാനത്തിന്റെ ദൈവം. വിശ്വസിക്കുന്ന 2 കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ.
എന്നാൽ ആ സമാധാനം എങ്ങനെയാണ് ലഭിക്കുന്നത്? റോമർക്ക് ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു. ഈ സെക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ വാക്യമായിരിക്കാം അത്. ശ്രദ്ധിച്ചാട്. അതേ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. ഇന്ന് രാത്രി സമാധാനമില്ലാത്ത സഹോദരങ്ങളെ, സമാധാനമില്ലാത്ത സഹോദരനെ, സഹോദരിയെ, കുടുംബങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണമേ. നിനക്ക് ലോട്ടറി ടിക്കറ്റ് സമാധാനം തരത്തില്ല. LDF-ഉം UDF-ഉം രാഷ്ട്രീയ പിടിപാട് നിനക്ക് സമാധാനം തരത്തില്ല. മദ്യവും മദിരാക്ഷിയും പാപവും ലോകവും നിനക്ക് സമാധാനം തരത്തില്ല. ദൈവിക സമാധാനം നിന്റെ ഹൃദയത്തിലും നിന്റെ വീട്ടിലും സ്തോത്രം അതേ വ്യാപരിപ്പാൻ, നിന്റെ ഉള്ളത്തിലും നിന്റെ ഇല്ലത്തിലും ദൈവിക സമാധാനം വ്യാപരിപ്പാൻ തക്കവണ്ണം നമ്പർ 1, ഒന്നാമതായി ദൈവത്തോട് നിനക്ക് സമാധാനം ആവശ്യം. എങ്ങനെ ദൈവത്തോട് സമാധാനം പ്രാപിപ്പാൻ ഗുണം കഴിയും? അർത്ഥം പാപം 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 മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. പാപം ആര് ചെയ്താലും പാപം തന്നെയാണ്. അത് പ്രാസംഗികൻ ചെയ്താലും, പാസ്റ്റർ ചെയ്താലും, പ്രവാചകൻ ചെയ്താലും, വിശ്വാസി ചെയ്താലും വിശുദ്ധനായ ദൈവം പറയും പാപം പാപം തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ, ഈ നാളുകളിൽ, ഈ പ്ലാറ്റ്ഫോമുകളിൽ, ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അപൂർവമായി കേൾക്കുന്നതായ ഒരു പദമാണ് പാപം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, റഷ്യയിലെ സൈബീരിയ പോലെ സ്വർഗം തരിശുഭൂമിയായി നിറഞ്ഞു കിടന്നാലും ഒരൊറ്റ പാപിക്ക് പോലും സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ കഴിയത്തില്ല. ദൈവം വിശുദ്ധനായ ദൈവം മാത്രമേ. സ്തോത്രം. ദൈവം പാപം ഇല്ലാത്തവനാണ്. വേദപുസ്തകം പറയുന്നു, യോബിന്റെ പുസ്തകം 4-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം ദൂതന്മാരെക്കാളും വിശുദ്ധനാണ്. അർത്ഥം ഗബ്രിയേലിനേക്കാൾ വിശുദ്ധനായ ദൈവം, മിഖായേലിനേക്കാൾ വിശുദ്ധനായ ദൈവം. യോബ് 15:15 പറയുന്നു, സ്വർഗത്തെക്കാളും വിശുദ്ധനായ ദൈവം, ദൂതന്മാരെക്കാളും വിശുദ്ധനായ ദൈവം, സ്വർഗത്തെക്കാളും വിശുദ്ധനായ ദൈവം. 2000 വർഷങ്ങൾക്ക് മുമ്പ് നീ സമാധാനത്തിന്റെ പുത്രനാകാൻ, നീ സമാധാനത്തിന്റെ പുത്രിയാകുവാൻ, അടുത്തുകൂടാതെ ദൈവത്തിന്റെ സമത്വത്തിൽ നിന്ന് ദൈവത്തിന്റെ സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അവനത്ര കർത്താവ് യേശു ക്രിസ്തു. ഞാൻ പറയുന്നത്, ദൈവത്തോട് എങ്ങനെ സമാധാനം പ്രാപിപ്പാൻ ഗുണം കഴിയും? കുരിശുമല കയറുന്നത് കൊണ്ട് നിനക്ക് സമാധാനം കിട്ടത്തില്ല. കൊന്ത തള്ളുന്നത് കൊണ്ട് നിനക്ക് സമാധാനം കിട്ടത്തില്ല. നേർച്ചയും കാഴ്ചയും നിനക്ക് സമാധാനം തരത്തില്ല. കുരുത്തോല പെരുന്നാൾ നിനക്ക് സമാധാനം തരത്തില്ല. ഒരു ഐമേനിയും തിരുമേനിയും പ്രാസംഗനും ബ്രദറും പാസ്റ്ററും നിനക്ക് സമാധാനം തരത്തില്ല. ദൈവത്തോട് സമാധാനമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് സമാധാനം നിനക്ക് പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. റോമർ 5:1 ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ. അതേ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടണം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടണം. എന്തിനാണ് വിശ്വാസം? കാത്തലിക്സിലാണോ, പ്രൊട്ടസ്റ്റന്റിലാണോ, CSIയിലാണോ, പെന്തിക്കോസ് ഗ്രൂപ്പിലാണോ, ഏതിനാണ് നീ വിശ്വസിക്കേണ്ടത്? ഒരു സംഘടനയിലല്ല നീ വിശ്വസിക്കേണ്ടത്. തിരുവചന പ്രകാരം യേശു ഈ ലോകത്തിലേക്ക് കടന്നുവെന്ന് എനിക്ക് വേണ്ടി മരിച്ചു, തിരുവചന പ്രകാരം എനിക്ക് വേണ്ടി അടക്കം ചെയ്യപ്പെട്ടു. തീർന്നില്ല. അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്ചർ, തിരുവചന പ്രകാരം ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രി അതാണ് നീ വിശ്വസിക്കേണ്ടത്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 3-4 വാക്യങ്ങൾ. തിരുവചന പ്രകാരം യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു, തിരുവചന പ്രകാരം നിനക്ക് വേണ്ടി മരിച്ചു, തിരുവചന പ്രകാരം അടക്കം ചെയ്യപ്പെട്ടു. തീർന്നില്ല. തിരുവചന പ്രകാരം ഉയർത്തെഴുന്നേറ്റു. വേറെ ആരും നിനക്ക് വേണ്ടി മരിച്ചില്ല, എന്നാൽ യേശു നിനക്ക് വേണ്ടി മരിച്ചു. ആ യേശുവിനെ മാത്രമേ നിനക്ക് രക്ഷിപ്പാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. ആ യേശുവിൽ വിശ്വസിക്കുമ്പോൾ കൃപയാൽ 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 വിശ്വാസത്താൽ നീ നീതീകരണം പ്രാപിക്കുന്നു. വേറെ ആരുടെ പേര് പറഞ്ഞാലും, വേറെ ഏത് സക്രമെന്റ് ചെയ്താലും, ഏത് നേർച്ച കാഴ്ച ചെയ്താലും സ്തോത്രം, സ്വർഗം നിനക്കായി തുറക്കപ്പെടുന്നില്ല. പക്ഷെ യേശുവിന്റെ നാമം ഇന്ന് രാത്രി വിളിച്ചു പറയുമ്പോൾ നിശ്ചയമായി സ്വർഗ കവാടങ്ങൾ നിനക്കായി തുറക്കപ്പെടുന്നു. മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ ഫ്രീഡം ഫൈറ്റ്, സ്വാതന്ത്ര്യ അതേ സമരമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ചാച്ചാ നെഹ്റു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പ്രധാനമന്ത്രിയാണ് ഓർമ്മ വരുന്നത്. അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞാൽ സിനിമയാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. സച്ചിൻ തെണ്ടുൽക്കർ എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റാണ് ഓർമ്മ വരുന്നത്. പക്ഷെ ഇന്ന് രാത്രി നസ്രേന യേശു എന്ന് പറഞ്ഞാൽ സ്വർഗം തുറക്കുന്നു, നരകം വിറയ്ക്കുന്നു. ഭൂമിയിൽ ദൈവത്തിന്റെ കൃപയാൽ നീ രക്ഷിക്കപ്പെടുന്നു. കൃപയാൽ നീ രക്ഷിക്കപ്പെടുവാൻ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചാണ്. വേദപുസ്തകം ആവർത്തിച്ച് പറയുന്നു, those who call upon the name of the Lord they shall be saved. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുന്നു. ശബ്ദമുയർത്തി പറഞ്ഞേ,
കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുന്നു. ശരിയായില്ല, ഒരിക്കൽ കൂടെ. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുന്നു. ഒരു സംഘടനയുടെ പേര് പറഞ്ഞ്, ഒരു മനുഷ്യന്റെ പേര് പറഞ്ഞ് ഒരിക്കലും നിനക്ക് രക്ഷ നേടുവാൻ കഴിയത്തില്ല. എന്നാൽ യേശു കർത്താവിൻ്റെ നാമത്താൽ നിനക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയും. റോമർ 5:1 പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവത്തോട് നിനക്ക് സമാധാനമുണ്ട്. വിശ്വസിക്കുന്ന 2 കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ദൈവത്തോട് സമാധാനമുണ്ടെങ്കിൽ നമ്പർ 2, രണ്ടാമത് ദൈവത്തിൽ നിന്ന് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനമുള്ളവർക്ക് ദൈവത്തിൽ നിന്ന് സമാധാനമുണ്ട്. കിഴക്ക് ഉയർന്നതായ സൂര്യനിൽ നിന്ന് ചൂടും വെളിച്ചവും എനർജിയും അതേ മാനവജാതിയിലേക്ക് സൗജന്യമായി കടന്നു വരുന്നത് പോലെ ദൈവത്തോട് സമാധാനമുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് സമാധാനം കടന്നു വരുന്നു. എവണ്ണമുള്ള സമാധാനം വേദപുസ്തകം പറയുന്നു, നദി പോലുള്ള സമാധാനം. എന്തുകൊണ്ട് സമുദ്രം എന്ന് പറഞ്ഞു? സമുദ്രത്തിൽ തിരമാലകളുണ്ട്. തിരമാലകളില്ലാത്ത, നിന്നെ ഉലക്കാത്ത, നിന്നെ ഉടയ്ക്കാത്ത നദി പോലുള്ള സമാധാനം ദൈവത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മനസ്സിലാക്കുന്ന ആമേൻ പറഞ്ഞാടെ. അതേ വേദപുസ്തകം പറയുന്നു, സ്തോത്രം, ദൈവത്തിൽ നിന്ന് സമാധാനമുണ്ട്. സഹോദരങ്ങളെ, ദൈവിക സമാധാനം നിന്റെ ഹൃദയത്തിലും നിന്റെ ചിന്തയിലും ദൈവകൃപയാൽ നിറയ്ക്കുമാറാകട്ടെ. യേശു കർത്താവ് പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 14:27 I give my peace, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിനക്ക് തരുന്നു. ഇന്ന് രാത്രി മനസ്സിലാക്കണമേ, ഈ മീറ്റിംഗിന്റെ മനോഹരമായ അവസാന രാത്രിയിൽ നിങ്ങൾ വന്നതുപോലെ അല്ല തിരിച്ചു പോകുവാൻ വേണ്ടി പോകുന്നത്. സമാധാന പ്രഭുവിൻ്റെ സമാധാനം, സമാധാന പ്രഭുവിൻ്റെ സമാധാനം പ്രാപിച്ച് സമാധാനത്തോടെ നിങ്ങൾ മടങ്ങിപ്പോകുവാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ അടുക്കലേക്ക് ആരാണോ അസ്വസ്ഥതയോടെ കടന്നു വന്നത്, അവർ വന്നതുപോലെയല്ല, സമാധാനത്തോടെ മടങ്ങിപ്പോയി. മർക്കോസ് സുവിശേഷം 5:34 12 വർഷക്കാലമായി രക്തസ്രവത്താൽ സ്തോത്രം ബാധിക്കപ്പെട്ട ആ സ്ത്രീ കടന്നു വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ, അവൻ്റെ തലീത്ത് അഥവാ അവൻ്റെ പ്രയർ ഷാളിനെ കയറി പിടിച്ചപ്പോൾ യേശു കർത്താവ് സ്തോത്രം തിരിഞ്ഞു നോക്കി ഇങ്ങനെയാണ് പറഞ്ഞത്, ആകയാൽ മകളെ സമാധാനത്തോടെ പോയി. എങ്ങനെ? ആകയാൽ മകളെ സമാധാനത്തോടെ പോയി. കമാൺ, ആകയാൽ മകളെ സമാധാനത്തോടെ പോയി. ബാധ കൊടിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. അവൾ വന്നത് അസമാധാനത്തിലാണ്, പക്ഷെ യേശു അവളെ പറഞ്ഞയച്ചത് സമാധാനത്തോടെയാണ്. ഇന്ന് രാത്രി സൗഖ്യമുണ്ട്. ഇന്ന് രാത്രി അത്ഭുതം ഈ ഗ്രൗണ്ടിലുണ്ട്. ഇന്ന് രാത്രി വിടുതൽ ഇവിടെയുണ്ട്. ഇന്ന് രാത്രി നിന്റെ ഡോക്ടർ ഞെട്ടുന്ന ക്രമത്തിൽ കർത്താവ് നിന്നെ തൊടുവാൻ വേണ്ടി പോകുന്നു. കമാൺ, വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്. എന്നാൽ അതേ സമയത്ത് ദൈവിക സമാധാനം നിന്റെ ജീവിതത്തിൽ കർത്താവ് നൽകുവാൻ വേണ്ടി പോകുന്നു. യേശു പറഞ്ഞു, എൻ്റെ സമാധാനം. എന്താ യേശുവിൻ്റെ സമാധാനം? മർക്കോസ് 4 നോക്കിയാട്ടെ. യേശുവിൻ്റെ സമാധാനം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒരു ദിവസം മാരത്തൺ സർവീസ് കഴിഞ്ഞ് ദീർഘമണിക്കൂറുകളിൽ പ്രസംഗിച്ച് ലോകം കണ്ട ഏറ്റവും വലിയ പ്രാസംഗികൻ ചാൾസ് സ്പർജൻ അല്ല, D.L. മൂഡി അല്ല, D.G.S. ദിനകരനല്ല, ലോകം കണ്ട ഏറ്റവും വലിയ പ്രാസംഗികൻ കർത്താവായ യേശു ക്രിസ്തു മാരത്തൺ സർവീസ് കഴിഞ്ഞ് അവനിതാ 12 ബോയ്സുമായി 12 അപ്പോസ്തലന്മാരുമായി സ്തോത്രം അവൻ പടകിൽ കയറി. 12 അത് ദൈവിക അധികാരത്തിന്റെ സംഖ്യയത്രേ. ഈ ക്ലിഫ് ഹൗസിൽ ഇരിക്കുന്നവരുടെ അധികാരത്തിന് പരിധിയുണ്ട്. അതിനപ്പുറത്ത് ഡൽഹിയിൽ ഇരിക്കുന്നവർക്ക് അധികാരത്തിന് പരിധിയുണ്ട്. അതിനപ്പുറത്ത് അറ്റ്ലാന്റിക്കിനപ്പുറത്ത് വാഷിംഗ്ടൺ DC-യിലും സ്തോത്രം അത് ബക്കിംഗ്ഹാം പാലസിൽ ഇരിക്കുന്നവർക്ക് അധികാരത്തിന് പരിധിയുണ്ട്. എന്നാൽ എൻ്റെ കർത്താവ് പറഞ്ഞു, സ്വർഗത്തിനും ഭൂമിയിലും സർവാധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ അധികാരത്തിന് പരിധിയില്ല. അതുകൊണ്ടാണ് 12 അപ്പോസ്തലന്മാരെ വരെ തിരഞ്ഞെടുത്തത്. മീനിങ് 12 എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ ചിഹ്നം മാത്രമേ. ആ 12 അപ്പോസ്തലന്മാർ ആ ബോട്ട് തുടങ്ങുമ്പോൾ യേശു കർത്താവ് അമരത്തിരുന്നു സ്തോത്രം തല ചായ്ച്ചു. മർക്കോസ് പറയുന്നു, സ്തോത്രം അവൻ തലയണ വെച്ച് ഉറങ്ങി. അവൻ തലയണ വെച്ച് ഉറങ്ങി. എത്ര നല്ല സൗണ്ട് സിസ്റ്റം ആയാലും ഈ ഗ്രൗണ്ടിലിരുന്ന് ആ ആൻറ്റിക്ക് ഉറങ്ങാൻ പറ്റുന്നെങ്കിൽ നമുക്കൊക്കെ 9 കൃപയേ ഉള്ളൂ, 9 കൃപാവരേ ഉള്ളൂ. ആ ആൻറ്റിക്ക് മാത്രം 10ാമത്തെ വരമുണ്ട്. എന്നതുപോലെ യേശു കർത്താവ് ആ ബോട്ടിന്റെ അമരത്ത് തല വെച്ച് അവൻ ഉറങ്ങാൻ തുടങ്ങി. കാറ്റടിക്കുന്നു, തിരമാല പൊങ്ങുന്നു, കാറ്റടിക്കുന്നു, തിരമാല പൊങ്ങുന്നു. ശിഷ്യന്മാരുടെ BP കൂടുന്നത് പോലെ ഭയം വർദ്ധിച്ചു. കാറ്റടിക്കുന്നു, തിരമാല പൊങ്ങുന്നു. പക്ഷെ യേശു കർത്താവ് ഉറങ്ങി. കാറ്റടിച്ചു, തിരമാല പൊങ്ങി. ഒരു സ്തോത്രം മതി ആലിര ആടുന്നത് പോലെ, ഒരു ഇല കാറ്റത്താടുന്നത് പോലെ തിബെരിയാസ് കടലിൽ ആ ബോട്ട് ഇളകിയാടി. എന്നാൽ
യേശു കർത്താവ് തലേണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അർത്ഥം മയക്കമല്ല, ഉറക്കമാണ്. കാറ്റിൽ ഉറങ്ങുന്ന യേശു. ഒരിക്കൽ കൂടെ, കാറ്റിൽ ഉറങ്ങുന്ന യേശു, കൊടുങ്കാറ്റിലും തിരമാലയിലും ഉറങ്ങുന്ന യേശു. 12 പേരും ഒരുപോലെ നിലവിളിച്ചപ്പോൾ കർത്താവ് ഉണർന്നു. ഞാൻ എൻ്റെ തിരുവനന്തപുരം ബുദ്ധിയിൽ യേശുവിനോട് ചോദിച്ചു, എന്താ കർത്താവ് നീ ഉറങ്ങി കാണിച്ചത്? സുരേഷേ, നീ എന്തോ വിചാരിച്ചു? സ്തോത്രം, ഞാൻ പറഞ്ഞാൽ യവന്മാർക്ക് മനസ്സിലാകത്തില്ല. കമാൻ, ഞാൻ പറഞ്ഞാൽ യവറ്റകൾക്ക് മനസ്സിലാകത്തില്ല. ഞാൻ ചെയ്ത് കാണിച്ചപ്പോൾ അവന്മാർ മറക്കത്തില്ല. സ്തോത്രം, പറഞ്ഞാൽ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവൻ ചെയ്ത് കാണിക്കും. ഇന്ന് രാത്രി ദൈവ ജനത്തെ നോക്കി പറയട്ടെ, 10,000 പ്രസംഗം യൂട്യൂബിൽ കേട്ടാൽ മനസ്സിലാകാത്തത് എൻ്റെ ജീവിതത്തിൽ, നിന്റെ ജീവിതത്തിൽ ചിലർക്ക് കണ്ട് മനസ്സിലാക്കുവാൻ കർത്താവ് കൃപ ചെയ്യും. യേശു കർത്താവ് കാറ്റിൽ ഉറങ്ങി, തിരമാലയിൽ ഉറങ്ങി. സ്തോത്രം. എന്നിട്ട് അവൻ എഴുന്നേറ്റ് അവൻ പറഞ്ഞു, പീസ് ബി സ്റ്റിൽ, കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക. അതാണ് യേശുവിൻ്റെ സമാധാനം. കാറ്റിൽ ഉറങ്ങുന്ന യേശു, തിരമാലയിൽ ഉറങ്ങുന്ന യേശു. നിനക്കെതിരെ വീശുന്ന കൊടുങ്കാറ്റുണ്ടോ? നീ വെല്ലുവിളികളിലൂടെയാണോ കടന്നു പോകുന്നത്? ലൈഫിലെ ഏറ്റവും വലിയ തിരമാലയിലൂടെയാണോ നീ യാത്ര ചെയ്യുന്നത്? നീ ഒറ്റയ്ക്കല്ല. നോ വേ, നീ ഒറ്റയ്ക്കല്ല. ആരെങ്കിലും സ്തോത്രം പറയുമെന്ന് ഞാൻ വിചാരിച്ചു. ഈ പ്രശ്നത്തിന് ഒറ്റയ്ക്കല്ല. മറ്റേതൊരു സീസണേക്കാൾ, മറ്റേതൊരു കാലഘട്ടത്തെക്കാൾ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. മറ്റേതൊരു ദിവസത്തെക്കാളും ദൈവം നിന്നോട് കൂടെയുണ്ട്. നീ ഒരിക്കലും വിക്ടിമായി, ഏതോ പ്രശ്നത്തിന് ഇരയായി ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ ബൈബിൾ പറയുന്നു, മത്തായി 1:22, യെശയ്യാ 7:14, ദൈവം നിന്റെ കൂടെ. കൊലോസ്യർ 1:27, യേശു നിന്റെ ഉള്ളിൽ. അപ്പോസ്തലപ്രവൃത്തി 1:8, പരിശുദ്ധാത്മാവ് നിന്റെ മീതെ. എബ്രായർ 1:14, സ്തോത്രം, ദൂതന്മാർ നിന്റെ ചുറ്റും. ക്രിസ്ത്യാനിയെ, ഇതാണ് നിന്റെ പ്രയോറിറ്റി, ഇതാണ് നിന്റെ സ്ഥാനം. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, തിരമാലകൾ ഉണ്ടായിരിക്കാം, പ്രതിസന്ധി ഉണ്ടായിരിക്കാം, പരിഹാസവും നിന്ദയും ആക്ഷേപവും ഉണ്ടായിരിക്കാം. വ്യക്തിയായി, കുടുംബമായി ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ കീറാമുട്ടിയിലൂടെ ആയിരിക്കാം നീ കടന്നു പോകുന്നത്. പക്ഷേ ദൈവം നിന്റെ കൂടെ, യേശു നിന്റെ ഉള്ളിൽ, പരിശുദ്ധാത്മാവ് നിന്റെ മീതെ, ദൂതന്മാർ നിന്റെ ചുറ്റും. നീ തോൽക്കുന്നവനല്ല, നീ ജയിക്കുന്നവനത്രേ. 2 കരങ്ങളെ അടിച്ച് ശക്തിയോടെ ജനം ദൈവത്തെ സ്തുതിച്ചേ. സമാധാനം. യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. കാറ്റിൽ ഉറങ്ങിയ, പ്രതിസന്ധിയിൽ ഉറങ്ങിയ, സ്തോത്രം, തിരമാലയിൽ ഉറങ്ങിയ എൻ്റെ സമാധാനം. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഒരു ചൂക്കും സംഭവിക്കത്തില്ല. ആ പ്രശ്നം നിന്നെ തൊടത്തില്ല. ആ പോലീസ് കേസിൽ നീ തൊലയത്തില്ല. ആ ഗൂഢാലോചനയിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം നിന്റെ നേരം അവന്മാരുടെ വാച്ചിലല്ല ഞാൻ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഓ കമാൺ, ആരോടാ ഞാൻ പറഞ്ഞേ? നിന്റെ നേരം അവന്മാരുടെ വാച്ചിലല്ല ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. നിന്റെ നേരം ലൂസിഫറിന്റെയും കുട്ടിച്ചാത്തന്മാരുടെയും അതേ വാച്ചിലല്ല, കലണ്ടറിലല്ല ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. നിന്റെ ആയുസ് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഘടികാരത്തിൽ ഫിക്സ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് സമാധാനമായിരിക്കുക. വേദപുസ്തകം പറയുന്നു, അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു ലോക്കൽ രാജാവ് ഉണ്ടായിരുന്നു. അവൻ്റെ പേരാണ് ഹെരോദാവ്. ലോക്കൽ രാജാവ് ഹെരോദാവ് പത്രോസിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, പത്രോസേ, നാളെ നിന്നെ കൊല്ലാൻ പോവാ, നാളെ രാവിലെ കൊല്ലാൻ പോവാ. എൻ്റെ കർത്താവ് ഒരിക്കലും പോയച്ചു വാ, നാളെ നോക്കാം എന്ന് പറഞ്ഞില്ല. അവൻ ഇപ്പോഴത്തെ ദൈവമാ. ആരോ ഇന്ന് രാത്രി പറയുന്നു, നാളെ വേണം ബൈബിൾ വായിച്ചു തുടങ്ങാൻ. ആരോ പറയുന്നു, ഈ മീറ്റിംഗ് നല്ല ഉശിരായിരുന്നു, നാളെ വേണം പ്രാർത്ഥിച്ചു തുടങ്ങാൻ. നോ, ദിസ് ഈസ് ദ ഡേ ആൻഡ് നൗ ഈസ് ദ ടൈം. ഇപ്പോഴാകുന്നു ദിവസം, ഇപ്പോഴാകുന്നു സമയം. മനസ്സിലാകുന്നവരെ ശക്തിയോടെ നല്ലൊരു ആമേൻ പറഞ്ഞാട്. ഹെരോദാവ് പറഞ്ഞു, പത്രോസേ, നാളെ നിന്നെ കൊല്ലാം, നാളെ നിന്നെ ഞാൻ കൊല്ലുവാൻ വേണ്ടി പോകുന്നു. അപ്പോഴേക്കും രാത്രി എത്തി. എൻ്റെ ദൈവം നല്ലൊരു നൈറ്റ് ഡ്യൂട്ടിക്കാരനാണ്. എല്ലാ മനുഷ്യരും നിന്നിൽ നിന്ന് അകലുന്ന രാത്രികളിൽ ഏറ്റവും അടുത്ത അർദ്ധരാത്രിയിലെ സ്നേഹിതനായി ഇറങ്ങി വരുന്നവനാണ് കർത്താവ്. പത്രോസ് ഉറങ്ങുകയായിരുന്നു. എന്തുകൊണ്ടാണ് പത്രോസ് ഉറങ്ങുന്നത്? ഹേ പത്രോസ്, എണീറ്റ് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ പത്രോസെ, നിന്റെ ഭയം വർദ്ധിക്കേണ്ട രാത്രിയല്ലേ? നാളെ ലോക്കൽ രാജാവ് നിന്നെ കൊല്ലാൻ പോവാ, ഹെരോദാവ് നിന്നെ കൊല്ലാൻ പോവാ, ഹെരോദാവ് കൊല്ലാൻ പോവാ. എങ്ങനെയാ ഇങ്ങനെ കിടന്ന് നിനക്ക് ഉറങ്ങാൻ പറ്റുന്നത്? പത്രോസ് എന്നെ നോക്കി പറയും, എന്തൊരു പറയാൻ? ലോക്കൽ രാജാവ് പറഞ്ഞു, എന്നെ കൊല്ലുമെന്ന്. പക്ഷെ ഞാനിപ്പോഴും യുവാവാ. ലോക്കൽ രാജാവ് പറഞ്ഞു, എന്നെ നാളെ കൊല്ലുമെന്ന്. പക്ഷെ രാജാതി രാജാവ് പറഞ്ഞു,
രാജാതിരാജാവ് പറഞ്ഞു, ഞാൻ വൃദ്ധനായ ശേഷമേ എനിക്ക് മരിക്കാൻ പറ്റത്തുള്ളൂ. രാജാതിരാജാവ് പറഞ്ഞു, ഞാൻ വൃദ്ധനായ ശേഷം എനിക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് എന്നെ ബന്ധിച്ചു കൊണ്ടുപോകും. അർത്ഥം, എന്റെ സമയം ലോക്കൽ രാജാവ് ഹെരോദാവിന്റെ കയ്യിലല്ല, എന്റെ ടൈം എന്റെ കർത്താവിലെത്രയായിരിക്കുന്നത്. പത്രോസ്, അതെങ്ങനെയാ നിനക്ക് പറയാൻ കൊണ്ടം കഴിയുന്നത്? ഇതുപോലൊരു അറ്റാക്ക്, ഇതേപോലെ ഒരു പ്രശ്നം എൻ്റെ ഗുരുവിനെതിരെ ഉണ്ടായതാ. ഇതേപോലെ ഹെരോദാവ് എൻ്റെ ഗുരു യേശുവിനെതിരെ ഇതേ അറ്റാക്ക് അവൻ പറഞ്ഞതാ. ചില സ്തോത്രം അധികാരികളെ മേൽ വ്യാപരിക്കുന്ന ഒരേ അറ്റാക്കാ. കമോൺ, മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാക്കാതിരിക്കട്ടെ. സ്തോത്രം. ഹെരോദാവ് യേശു കർത്താവിനെ സ്നാനപ്പെടുത്തിയ യോഹന്നാൻ സ്നാപകന്റെ തല വെട്ടിയിട്ട് ആ വാള് കഴുകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. ലോർഡ്സൺ എറണാകുളത്ത് പോയി എല്ലായിടത്തും പറയണം. സ്തോത്രം. അതെ, ഹെരോദാവ് യോഹന്നാൻ സ്നാപകന്റെ തല വെട്ടി വാള് കഴുകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. സ്തോത്രം. ഇപ്പോൾ യേശുവിനെ സ്നാനപ്പെടുത്തിയ ഹെരോദാവിൻ്റെ തലയെ ഞാൻ വെട്ടി, പക്ഷേ ഇനി അത്യാവശ്യമായി വെട്ടേണ്ട ഒരുവൻ്റെ തലയുണ്ട്. യോഹന്നാന് പ്രസംഗം മാത്രമേ ഉള്ളൂ, 5 പോയിന്റ് 7 പോയിന്റ് പ്രസംഗം. അവന് പോയിന്റ് തള്ളുന്ന പരിപാടിയുള്ളൂ. പക്ഷെ മറ്റവൻ അങ്ങനെയല്ല. അവന് വചനത്തിലും ശക്തിയുണ്ട്, അവൻ ആത്മാവിലും ശക്തിയുണ്ട്. കമോൺ, അവൻ്റെ വചനത്തിനും ശക്തിയുണ്ട്, അവൻ ആത്മാവിനും ശക്തിയുണ്ട്. മനസ്സിലാക്കുന്നവർക്ക് ഇന്ന് രാത്രി യാതനകളെ തുറന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ഒരു വശത്ത് ആലോചനയുണ്ട്, മറുവശത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. ഒരു വശത്ത് ആലോചനയുണ്ട്, മറുവശത്ത് കർത്താവിൻ്റെ പ്രവൃത്തിയുണ്ട്. ഹെരോദാവ് പറഞ്ഞു, അടുത്ത് ഞാനിതാ യേശുവിൻ്റെ തലയെ വെട്ടുവാൻ വേണ്ടി പോകുന്നു. അന്നത്തെ മീഡിയ, അന്നത്തെ ന്യൂസ് ഏജൻസ് യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, യേശുവെ സൂക്ഷിച്ചോളണം കേട്ടോ, വളരെ സൂക്ഷിക്കണം. ഈ ഹെരോദാവ് പറഞ്ഞിരിക്കുന്നു നിന്റെ തല വെട്ടുമെന്ന്. കർത്താവ് എന്താ പറഞ്ഞ? റിയലി എൻ്റെ തല വെട്ടുമെന്ന് ലോക്കൽ രാജാവ് പറഞ്ഞിരിക്കുകയാണ്. ഹെരോദാവ് യേശുവിൻ്റെ തലയെ വെട്ടുമെന്ന്, യേശു കർത്താവിൻ്റെ തലയെ കൊയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആ സിംഹ സ്വഭാവം ഒരു സെക്കൻഡ് മാറ്റി വെച്ചിട്ട്, യഹൂദ ആട്ടിൻകുട്ടിയുടെ സ്വഭാവം ഒരു സെക്കൻഡ് മാറ്റി വെച്ചിട്ട് യഹൂദ ഗോത്രത്തിലെ സിംഹം അലറുന്ന ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞു, യു ഗോ ആൻഡ് ടെൽ ദാറ്റ് ഫോക്സ്, you go and tell that fox, tomorrow also I will preach the gospel, I will heal the sick, and the third day I shall be perfect. നിങ്ങൾ പോയി ആ കുറുക്കനോട് പറ. തമിഴിൽ പറഞ്ഞാൽ നിങ്ങൾ പോയി അന്ത നരിയിടം சொல்லுங்க. അതെ, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറ, ഞാൻ നാളെയും സുവിശേഷം പ്രസംഗിക്കും, രോഗികളെ സൗഖ്യമാക്കും, 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അധരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിക്ക്. പിശാചിന്റെ അജണ്ട നിന്റെ ജീവിതത്തിന് നേരെ ഒരിക്കലും ഭരിക്കയില്ല. ശത്രു പറയുന്ന ഒരു അജണ്ട നടക്കത്തില്ല. നിനക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന, നിന്നെ തകർക്കുവാൻ നോക്കുന്ന, നിന്റെ തകർച്ച കണ്ട് കൈകൊട്ടി ചിരിപ്പാൻ കാത്തിരിക്കുന്നവരുടെ നടുവിൽ ദൈവമായ കർത്താവ് പറയുന്നു, ദൈവമൈതലേ, നിന്റെ മേൽ ഞാൻ തന്നിട്ടുള്ള സമയമുണ്ട്, നിന്നെ കുറിച്ച് ഞാൻ തന്നിട്ടുള്ള ടൈമുണ്ട്. ആ ടൈമിന് മുൻപ് ഒന്നും നിനക്ക് സംഭവിക്കയില്ല. കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്. നിന്റെ സമയം തീരുമാനിക്കുന്നത് ക്യാൻസർ അല്ല, ഹാർട്ട് അറ്റാക്ക് അല്ല, ആക്സിഡന്റ് അല്ല, കൂടോത്രമല്ല, മന്ത്രവാദ പരീക്ഷകളല്ല. പകരം നിന്റെ സമയം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. സമാധാനമായിരുന്നാട്. പത്രോസിന് ദൈവിക സമാധാനമുണ്ടായിരുന്നു. കാരണം യേശു പറഞ്ഞു, ഐ ഗിവ് യു മൈ പീസ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. സ്തോത്രം. മാത്രമല്ല വേദപുസ്തകം പറയുന്നു, വീണ്ടും അപ്പോസ്തലന്മാരിലേക്ക് നോക്കിയാണ്. അപ്പോസ്തല പ്രവൃത്തി 16:24 വായിക്കുമ്പോൾ അർദ്ധരാത്രിയാണ് സമയം. പൗലോസിന്റെ ശീലാസിന്റെ കൈയും കാലും കൂട്ടിക്കെട്ടിയിരിക്കുന്നു, ആമത്തിലിട്ട് പൊട്ടിയിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അവിടെ വസ്ത്രം പറിച്ചു മാറ്റിയിരിക്കുന്നു, അവർ നഗ്നരാണ്, അവിടെ കൈയും കാലും ചങ്ങലയിലാണ്, പക്ഷെ അവിടെ നാവ് ചങ്ങലയിലല്ല. അവർ ദൈവത്തിന്റെ കൃപയാൽ പാടി ദൈവത്തെ സ്തുതിച്ചു. വായ്, എന്താ കാര്യം? അവർക്ക് സമാധാനമുണ്ട്. പ്രശ്നത്തിന്റെ നടുവിൽ അവർക്ക് സമാധാനമുണ്ട്. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, വെല്ലുവിളിയുടെ നടുവിൽ, പ്രശ്നത്തിന്റെ നടുവിൽ, മറ്റാർക്കുമില്ലാത്ത, ലോക മനുഷ്യനില്ലാത്ത ഒരു വികാരം ദൈവം നിനക്ക് നൽകിയിരിക്കുന്നു. അതിന്റെ പേരാണ് ദൈവിക സമാധാനം. അതേ, ലോകത്തിൽ മനുഷ്യനില്ലാത്ത, ദൈവമില്ലാത്ത, മറ്റുള്ളവർക്കില്ലാത്ത ഒരു സമാധാനം ദൈവം നിങ്ങൾക്ക് നൽകുന്ന. ഫ്രാൻസിൽ പല പതിറ്റാണ്ടുകൾ സിവിൽ വാർ നീണ്ടു നിന്നതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആഭ്യന്തര കലാപം ഫ്രാൻസിൽ സ്തോത്രം നീണ്ടു നിന്നതായ ഒരു കാലം സ്തോത്രം ചില നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പുതിയ രാജാവ് ചാർജ് എടുത്തു. ആ പുതിയ രാജാവ് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, സ്തോത്രം, അതെ, നിങ്ങളുടെ കുന്തത്തെ, നിങ്ങളുടെ വാളിനെ നിലത്തിട്,
ആയുധങ്ങളെ മാറ്റിവെക്ക്, സമാധാനത്തെക്കുറിച്ച് നല്ലൊരു ചിത്രം വരയ്ക്ക്, നല്ല പാരിതോഷികം ഞാൻ നിങ്ങൾക്ക് നൽകാം. വലിയൊരു എമൗണ്ട് രാജാവ് വിളംബരം ചെയ്തു. 10,000-കണക്കിന് ആൾക്കാർ ഇരുചേരിയിൽപ്പെട്ടവർ അവിടെ യുദ്ധങ്ങളെ മറന്നു, അവിടെ ആയുധങ്ങളെ മാറ്റിവെച്ചു, പെയിന്റ് ചെയ്യുന്നതായ ബ്രഷ് കയ്യിലെടുത്തു. സമാധാനത്തെക്കുറിച്ച് രാജ്യം മുഴുവൻ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. ആഭ്യന്തര കലാപത്തിൽ നിറയപ്പെട്ട ആ രാജ്യം ഇപ്പോൾ ഇതാ സമാധാനത്തെക്കുറിച്ച് ചിത്രം വരയ്ക്കാൻ തുടങ്ങി. നിശ്ചയിച്ച സമയത്ത് 10,000-കണക്കിന് ചിത്രം വന്നു. ഏറ്റവും നല്ല സമാധാനം ലഭിച്ചതായ ചിത്രം ഇങ്ങനെയാണ്: ആകാശം കറുത്തിരുണ്ടിരിക്കുന്നതായ ഒരു ദിവസം. ആകാശം സ്തോത്രം കാരിരുമ്പ് പോലെ കറുത്തിരുണ്ടിരിക്കുന്നു. ഒരു തുള്ളിക്ക് ഒരു കുടത്തിന് ഒരു തുള്ളി എന്ന പോലെ മഴ ഇതാ പെയ്യുകയാണ്. കാറ്റ് ശക്തിയായി വീശുന്നു. ആ പെയ്ത മഴ നിമിത്തം ഒരു വലിയ നദി കര കവിഞ്ഞ് ഒഴുകുകയാണ്. ആ കര കവിഞ്ഞ് ഒഴുകുന്നതായ ആ നദിയുടെ കരയിൽ ഒരു വൃക്ഷം ഇതാ നിന്നുകൊണ്ടിരിക്കുന്നു. ആ വൃക്ഷത്തിന്റെ ചില്ലയിൽ ഒരു കുഞ്ഞു കിളി ഇരുന്ന് പാട്ട് പാടുന്നു. ആകാശം മേഘാവൃതമാണ്. ഭയങ്കരമായി ഇടിമനാദം കേൾക്കുന്നു. കൊള്ളിയാൻ മിന്നുന്നു. മഴ പെയ്യുന്നു. കാറ്റ് വീശുന്നു. കാറ്റ് അല്പം കൂടെ വേഗതയിൽ വീശിയാൽ ഈ ചെല്ലയിലിരിക്കുന്നതായ കിളി ആ നദിയിലേക്ക് വീണ് കൊല്ലപ്പെടും. പക്ഷേ സ്തോത്രം, കാറ്റുണ്ട്, പ്രശ്നമുണ്ട്, മഴയുണ്ട്, ഭീഷണിയുണ്ട്. അതിൻ്റെ നടുവിലും അതിന് പാട്ട് പാടുവാൻ കഴിയുന്നുവെങ്കിൽ, അതിൻ്റെ താഴെ ചിത്രകാരൻ പറഞ്ഞു, അത് അനുഭവിക്കുന്നതിന് പേരാണ് സമാധാനം. യെസ്, നിനക്ക് വെല്ലുവിളികൾ ഉണ്ടായിരിക്കാം, നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. യേശു കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, ബട്ട് ബി ചിയർഫുൾ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പകരം ജയമുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. പ്രശ്നം നിനക്കുണ്ടോ? നീ തോറ്റവനല്ല, പകരം നീ ജയിപ്പാൻ വേണ്ടി പോകുന്നു. ഒത്തിരി പ്രാവശ്യം നീ പല ജയങ്ങളെ കണ്ടിരിക്കും സഹോദരനെ, സഹോദരിയെ. ഗെറ്റ് റെഡി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ 2024 മെയ് മാസം 5-ാം തീയതി തുറന്ന സ്വർഗത്തിൽ നിന്ന് ഒരു പ്രവചന ശബ്ദം നിന്നെ തേടി കടന്നു വരുന്നു. നിന്നെ ഇത്രത്തോളം ജയോത്സവമായി ദൈവം നടത്തിയെങ്കിൽ ഒരു ജയം കൂടെ നീ കാണുവാൻ പോകുന്നു. ഒരു വിടുതൽ കൂടെ നീ കാണുവാൻ വേണ്ടി പോകുന്നു. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തോട് സമാധാനമുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് സമാധാനമുണ്ട്. കേൾക്കണമേ, ഞാൻ പറഞ്ഞു നിർത്തട്ടെ. അതേ സമാധാനത്തിന്റെ കർത്താവാകുന്ന യേശു, സമാധാനം നൽകുന്നവനായ യേശു, ലോകം തരാത്ത സമാധാന വാഗ്ദത്തം നൽകിയവനായ കർത്താവ്. ഫിലിപ്പിയർ 4:7 പറയുന്നു, സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നൽകുന്നവനായ കർത്താവ്. ആ സമാധാനം തന്നാൽ ലോകത്തിനത് തരുവാൻ കഴിയത്തില്ല, ലോകത്തിന് എടുപ്പാനും കഴിയത്തില്ല. അതുകൊണ്ട് നിന്റെ ഹൃദയത്തിൽ, നിന്റെ ചിന്തയിൽ സമാധാനമുണ്ടാകട്ടെ, നിന്റെ ഭവനത്തിൽ സമാധാനമുണ്ടാകട്ടെ. 2 കരങ്ങളെ ഉയർത്തിയ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. സ്തോത്രം. എന്തോ വെല്ലുവിളി വന്നാലും സമാധാനത്തോടെ ആയിരിക്കെ. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മരിക്കുന്ന നമ്മുടെ മരണം പോലും ഒരു പ്രസംഗമാകട്ടെ. ഓ കമാൺ, നിങ്ങൾ കേട്ടില്ല? നമ്മുടെ മരണം പോലും ഒരു ദൂതാകട്ടെ. സ്തോത്രം. നമ്മുടെ മരണത്തിന്റെ ചരിത്രം കേട്ട് രക്ഷിക്കപ്പെടാത്തവൻ രക്ഷിക്കപ്പെടട്ടെ. അവർ പറയട്ടെ, ജീവിക്കുന്നെങ്കിൽ അവൻ ജീവിച്ചതുപോലെ, അവൾ ജീവിച്ചതുപോലെ ജീവിക്കണം, മരിക്കുന്നെങ്കിൽ അവർ മരിച്ചതുപോലെ മരിക്കണം. കാരണം അവരുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. തീർന്നില്ല. വേദപുസ്തകം പറയുന്നു, ആ സമാധാനത്തിന്റെ കർത്താവ് സമാധാനത്തിന്റെ രാജ്യം സ്ഥാപിപ്പാൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നു. ഒരിക്കൽ കൂടെ, സമാധാനത്തിന്റെ കർത്താവ് സമാധാനത്തിന്റെ രാജ്യം സ്ഥാപിപ്പാൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നു. മിണ്ടുന്നില്ല. സമാധാനത്തിന്റെ കർത്താവ് സമാധാനത്തിന്റെ രാജ്യം സ്ഥാപിപ്പാൻ യേശു വേഗം വരുന്നു. സ്തോത്രം. നീ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, യേശു കർത്താവ് വേഗം വരുന്നു. നീ ഒരുങ്ങിയാലും ശരി, ഇല്ലെങ്കിലും ശരി, കർത്താവ് വേഗം വരുന്നു. ഹല്ലേലൂയ. എന്നാൽ പണ്ട് വന്നതുപോലെയല്ല ഇനി യേശു വരുവാൻ വേണ്ടി പോകുന്നത്. ഹലോ കല്ലയം ദേശം കേൾക്കണം. അന്നൊരിക്കൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്നതുപോലെയല്ല ഇനി യേശു വരുവാൻ വേണ്ടി പോകുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ഒരു ശിശുവായിട്ടാണ് വന്നത്. എന്നാൽ ശിശുവായി അന്ന് വന്നവനായ യേശു ഇനി രാജാവായി വരുവാൻ വേണ്ടി പോകുന്നു.
അന്ന് യേശു വന്നത് പാപികൾക്ക് വേണ്ടിയാണ് വന്നത്. എന്നാൽ ഇനി അവൻ വരുന്നത് പാപം ഇല്ലാത്തവർക്ക് വേണ്ടി അവൻ വരുവാൻ വേണ്ടി പോകുന്നു. അന്ന് യേശു വന്നത് അതെ മരിപ്പാൻ വേണ്ടിയാണ് വന്നത്. എന്നാൽ ഇന്ന് രാത്രി ഈ തലസ്ഥാന കേൾക്കട്ടെ, യേശു കർത്താവ് ഇനി വരുന്നത് 5 വർഷമല്ല, തട്ടിയും മുട്ടിയും 5 വർഷമല്ല, 1000 വർഷം ഭരിപ്പാൻ യേശു കർത്താവ് അതെ വീണ്ടും വരുവാൻ വേണ്ടി പോകുന്നു. കൈകൾ അടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങളടിച്ച നന്നായി ഉഴപ്പിയല്ല, നന്നായി കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. അന്ന് യേശു കർത്താവ് വന്നത് മരിപ്പാൻ വേണ്ടിയാണ്. എന്നാൽ ഇനി അവൻ വരുന്നത് 1000 ആണ്ട് ഭരിപ്പാൻ വേണ്ടിയാണ്. അന്ന് യേശു വന്നത് അതെ ദൈവത്തിന്റെ കുഞ്ഞാടാണ്. എന്നാൽ ഇനി യേശു വരുന്നത് കുഞ്ഞാടായിട്ടല്ല, യഹൂദ ഗോത്രത്തിലെ സിംഹമായി യേശു വീണ്ടും വരുവാൻ വേണ്ടി പോകുന്നു. അന്ന് യേശു വന്നപ്പോൾ ഒരു കഴുതക്കുട്ടിയുടെ പുറത്തിരുന്നു. എന്നാൽ ഇന്ന് അതേ യേശു വീണ്ടും വരുമ്പോൾ വെളുത്ത കുതിരയിൽ യെരൂശലേം പട്ടണത്തിൽ പ്രവേശിപ്പാൻ വേണ്ടി പോകുന്നു. അന്ന് യേശു കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ അതേ യൂദ അവനെ കാണിച്ചു കൊടുത്തു. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഹെരോദാവ് യേശുവിനെ കളിയാക്കി. പീലാത്തോസ് യേശുവിനെ ചോദ്യം ചെയ്തു. എന്നാൽ ഇനി യേശു കർത്താവ് മടങ്ങി വരുമ്പോൾ യുണൈറ്റഡ് നേഷൻ ഐക്യരാഷ്ട്ര സഭ ഉൾപ്പെടെ ഉള്ളവർ യേശുവിന്റെ മുൻപിൽ മുട്ടുമടക്ക് കാണും. അവൻ രാജാക്കന്മാരുടെ രാജാവ്, അവൻ കർത്താക്കന്മാരുടെ കർത്താവ്. ഓ വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് വന്നപ്പോൾ അവന്റെ തലയിൽ ഒരു മുൾക്കിരീടം ഉണ്ടായിരുന്നു. എന്നാൽ ഇനി യേശു കർത്താവ് വീണ്ടും മടങ്ങി വരുമ്പോൾ യേശുവിന്റെ തലയിൽ കിരീടങ്ങൾക്ക് മീതെ കിരീടമുണ്ടായിരിക്കും. കാരണം അവൻ രാജാക്കന്മാരുടെ രാജാവത്രേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ വന്നത് 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിൽ കിടപ്പാൻ വന്നു. എന്നാൽ ക്രൂശിൽ കിടപ്പാൻ വന്ന യേശു ഇനി വരുമ്പോൾ തന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ അവൻ ഇരിപ്പാൻ വേണ്ടി വരുവാൻ വേണ്ടി പോകുന്നു. സ്തോത്രം. വേദപുസ്തകം പറയുന്നു 1000 ആണ്ട് കർത്താവ് യേശു ഈ ലോകത്തെ ഭരിപ്പാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ ഏത് ഇസത്തിൽ വിശ്വസിച്ചാലും, ഏത് സിസത്തിൽ വിശ്വസിച്ചാലും, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചാലും മനസ്സിലാക്കണമേ, സ്തോത്രം 4-5 വർഷമല്ല സഹോദരങ്ങളെ, 1000 ആണ്ട് സമാധാനത്തോടെ ഈ ലോകത്തെ ഭരിപ്പാൻ യേശു കർത്താവ് കടന്നു വരുവാൻ പോകുന്നു. അതെ, 1000 ആണ്ടിലുണ്ടല്ലോ ഒരൊറ്റ സുനാമി പോലും ലോകത്തിലൊരിടത്തും കാണത്തില്ല. 1000 ആണ്ടിൽ പ്രളയ ഭീഷണി ഒരിടത്തും ഉണ്ടാകത്തില്ല. 1000 ആണ്ടിൽ അനാവശ്യമായ ഉഷ്ണ തരംഗങ്ങൾ ലോകത്തിൽ ഒരു ഭാഗത്തും കാണത്തില്ല. 1000 ആണ്ടിൽ ഒരു കൊറോണ പോലെയുള്ള പാൻഡമിക് അറ്റാക്കും ലോകത്തിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല. 1000 ആണ്ടിൽ ഒരൊറ്റ മന്ത്രവാദിക്ക് പോലും മന്ത്രം പറവാൻ വാ ചലിപ്പിപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. 1000 ആണ്ടിൽ സ്തോത്രം ഒരു ഭൂതത്താൻ ശക്തിക്ക് പോലും അവന്റെ ചെറുവിരൽ അനക്കുവാൻ കഴിയത്തില്ല. സുനാമി ഇല്ലാത്ത 1000 ആണ്ട്, ഭീകരാക്രമണം ഇല്ലാത്ത 1000 ആണ്ട്, യുദ്ധഭീഷണി ഇല്ലാത്ത 1000 ആണ്ട്. ഹലോ, എത്ര നേഴ്സുമാർ ഡോക്ടർമാർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ എങ്കിലും ഞാൻ പറയട്ടെ, എല്ലാ ഹോസ്പിറ്റലും ഒഴിഞ്ഞു കിടക്കുന്നതായ 1000 ആണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവ് സമാധാനത്തിന്റെ 1000 ആണ്ട് സ്തോത്രം ഈ ലോകത്തെ ഭരിപ്പാൻ വേണ്ടി വരുന്ന തിരുവചനം പറയുന്നു. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം സ്തോത്രം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കുമ്പോൾ the lamb shall dwell with the lion, കുഞ്ഞാട് സ്തോത്രം കുഞ്ഞാട് പുള്ളിപ്പുലിയുടെ കൂടെ പാർക്കും, സിംഹത്തോട് കൂടെ രമിക്കും. അർത്ഥം ആനിമൽ കിങ്ഡം, മൃഗമണ്ഡലത്തിൽ പോലും സമാധാനം ഉണ്ടായിരിക്കും. അർത്ഥം അങ്ങനെയെങ്കിൽ മനുഷ്യ മണ്ഡലത്തിൽ എത്ര വലിയ സമാധാനമായിരിക്കുമുള്ളത്. സമാധാനത്തിന്റെ രാജ്യം സ്ഥാപിപ്പാൻ യേശു വരുന്നു. കാശ്മീർ താഴ് വരെയാണോ, പാലസ്തീൻ പ്രശ്നമാണോ, ലോകത്തിന്റെ വിവിധ സ്തോത്രം കേന്ദ്രങ്ങളാണോ, കോടുകളാണോ, ആ സ്ഥലത്തൊന്നും സ്തോത്രം യാതൊരു തരത്തിലുള്ളതായ യുദ്ധങ്ങളോ യുദ്ധഭീഷണികളോ ഉണ്ടാകത്തില്ല. ഒരു ഗണ്ണിൽ നിന്ന് പോലും, ഒരു തോക്കിൽ നിന്ന് പോലും സ്തോത്രം അതേ വെടിനാദം പുറപ്പെടത്തില്ല. ഒരൊറ്റ സ്ഥലത്ത് പോലും ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യത്തില്ല. ഒരു സ്ഥലത്ത് പോലും അബോർഷൻ ഉണ്ടാകത്തില്ല. കാരണം സ്തോത്രം നിന്റെ ടെലിവിഷന്റെ റിമോട്ട് കൺട്രോൾ നീ പിടിച്ചിരിക്കുന്നത് പോലെ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് സമാധാന പ്രഭുവാകുന്ന കർത്താവായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? കമാൺ, അങ്ങനെയെങ്കിൽ ചേർന്ന് പാടിയാട്ടെ. ബാബസ് ഗിവ് മീ ദാറ്റ് കീ. കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദീനത്തിൽ തൻ്റെ കാന്തയാകും വിശുദ്ധ സഭ. കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദീനത്തിൽ
തന്റെ കാന്തയാകും വിശുദ്ധ സഭ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം ഉണ്ടാവർക്ക്. എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം ഉണ്ടാവൾക്ക്. ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ. മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. ജീവനോടി ഭൂതരെ പാർക്കും ശുദ്ധ രൂപാന്തരം പ്രാപിക്കും ആ നേരത്തിൽ. ജീവനോടി ഭൂതരെ പാർക്കും ശുദ്ധ രൂപാന്തരം പ്രാപിക്കും ആ നേരത്തിൽ. ഗീതസ്വരത്തോടും ആർപ്പോഴും കൂടെ, ഗീതസ്വരത്തോടും ആർപ്പോഴും കൂടെ വിണ്ണൂലകം പോകും, വിണ്ണൂലകം പോകും, വിണ്ണൂലകം പോകും തുല്യരായി. വിണ്ണൂലകം പോകും, വിണ്ണൂലകം പോകും, വിണ്ണൂലകം. ഒരിക്കൽ കൂടെ കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. എത്താവുതം ഗംഭീരനാദത്തോടും പ്രധാന ദൈവാദൂത ശബ്ദത്തോടും കർത്താവുതം ഗംഭീരനാദത്തോടും പ്രധാന ദൈവാദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. ലോക ചരിത്രത്തിൽ ഒരു ചക്രവർത്തിക്ക്
ഒരു രാജാവിന്, ഒരു പ്രസിഡന്റിന്, ഒരു പ്രധാനമന്ത്രിക്ക് ഇന്ന് വരെ സ്വപ്നം കാണുവാൻ കഴിയാത്ത സമാധാന രാജ്യം സ്ഥാപിപ്പാൻ യേശു കർത്താവ് വേഗം വരുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. നെപ്പോളിയന് ചിന്തിപ്പാൻ കഴിയാത്ത, അലക്സാണ്ടറിന് സ്വപ്നം കാണാൻ കഴിയാത്ത, സ്തോത്രം, അതെ, ഒരു സാമ്രാജ്യത്തിന്, ഒരു നേതാവിനെ ചിന്തിപ്പാൻ കഴിയാത്ത സമാധാന രാജ്യം സ്ഥാപിപ്പാൻ യേശു ഈ ലോകത്തിൽ കടന്നു വരുവാൻ പോകുന്നു. ഏത് പുസ്തകം പറയുന്നു? 1000 ആണ്ട് അവൻ്റെ അരസാക്ഷിയിൽ അഥവാ അവൻ്റെ ഭരണത്തിൽ ആർക്കും രോഗങ്ങൾ ഉണ്ടാകത്തില്ല. അവൻ്റെ സ്തോത്രം, അതെ, ആ രാജധാനിയിൽ, അവൻ്റെ രാജ്യത്തിൽ, അതെ, വൈകല്യങ്ങൾ ഒരിക്കലും കാണത്തില്ല. സമാധാന രാജ്യം സ്ഥാപിപ്പാൻ യേശു കർത്താവ് മടങ്ങി വരുവാൻ പോകുന്നു. ലോകത്തിലെ സകല ടെലിവിഷൻ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇവന്റ് ആയിരിക്കും യേശു കർത്താവിൻ്റെ മടങ്ങി വരവ്. കാരണം യെരുശലേം പട്ടണം സകല ജാതികളുടെ പട്ടാളത്താൽ വലയം ചെയ്യപ്പെടും. ഇറാന്റെ പട്ടാളം അക്കൂട്ടത്തിൽ ഭൂരിപക്ഷമായിരിക്കും. അറബ് ലീഗിന്റെ, അതെ, പട്ടാളക്കാരുണ്ടായിരിക്കും. ചൈന പട്ടാളം ഉണ്ടായിരിക്കും. ലോകത്തിലുള്ള സകല ശക്തികളും പറയും അബ്രഹാമിന്റെ സന്തതിയാകുന്ന യഹൂദൻ ഇനിയില്ല. യഹൂദനിതാ നാളെ നേരം വെളുക്കുമ്പോൾ ഇല്ല. പക്ഷെ ഇന്ന് രാത്രി ആവർത്തിച്ച് കല്ലയത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, എവിടെ മനുഷ്യൻ തീർന്നു എന്ന് പറയുന്നു അവിടെ തുടങ്ങുന്നവനാണ് കർത്താവ്. എവിടെ നിന്റെ ശുശ്രൂഷ തീർന്നു, നിന്റെ ജീവിതം തീർന്നു, നിന്റെ കുടുംബം തീർന്നു എന്ന് എവിടെ മനുഷ്യൻ ഫുൾ സ്റ്റോപ്പ് ഇടുമോ, എവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുമോ ധൈര്യമായിരിക്കെ. അതിനെ കോമയാക്കി തീർത്ത് ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത ഒരു ഗോൾഡൻ ചാപ്റ്റർ ആരംഭിക്കുന്നവനാണ് കർത്താവ്. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നവർ എന്നെ കേൾക്കുന്നു. എല്ലാം തൊലഞ്ഞു തീർന്നു എന്ന് പറയുന്നവർ എന്നെ കേൾക്കുന്നു. രാത്രി മനസ്സിലാക്കണമേ, പുതിയൊരു ആരംഭം കർത്താവ് നിനക്കായി നൽകുകയാണ്. യഹൂദന്മാർ തീർന്നു വരുന്നു പറഞ്ഞ് ജാതികൾ മുഴുവൻ, സ്തോത്രം, ആ പട്ടണത്തെ പ്രിയ നഗരമെന്ന് ബൈബിൾ പറയുന്നു. യെരുശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ ഇത് ആകാശത്തൊരു മുഴക്കം. ഏഷ്യാനെറ്റ്, MMTV, ചാനൽ 24, BBC, ABC, NBC, CNN തുടങ്ങി സകല ചാനലുകളും അത് യഹൂദന്റെ നാശം കണ്ട്, സ്തോത്രം, ലൈവായി അതിനെ ടെലികാസ്റ്റ് ചെയ്യുവാൻ കാത്തിരിക്കുന്നവർ, ഭൂമിയിൽ ക്യാമറ ഫോക്കസ് ചെയ്യുന്നവർ പെട്ടെന്ന് ആകാശത്തിലെ വലിയ ശബ്ദം കണ്ടിട്ട്, വലിയ മഹത്വം കണ്ടിട്ട്, കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ പുറപ്പെടുന്നതായ ഇടിനാദവും കാഹള ശബ്ദം കേട്ട് താഴേക്ക് പിടിച്ച ക്യാമറയെ മുകളിലേക്ക് പിടിക്കുമ്പോൾ ഇതാ വരുന്നു, ഇതാ വരുന്നു, ഇതാ വരുന്നു. കടല് മുകളിൽ 4-ാം യാമത്തിൽ നടന്നവൻ എല്ലാം തീർന്നുവെന്ന് പറഞ്ഞപ്പോൾ പ്രത്യക്ഷമായി മഹത്വ പ്രത്യക്ഷതായി അവൻ ഇറങ്ങി വരുന്ന യേശു കർത്താവ് സമാധാന രാജ്യം സ്ഥാപിപ്പാൻ ഒലിവുമലയിൽ അവൻ ഇറങ്ങി നിൽക്കുമെന്ന് സെക്കറിയ 14:4 പറയുന്നു. അന്നാളിൽ യേശുവിൻ്റെ പാദം ഒലിവുമലയിൽ ഇറങ്ങി നിൽക്കും. ഒലിവുമലയിൽ യേശുവിൻ്റെ പാദം ഇറങ്ങി നിൽക്കുമ്പോൾ പച്ചപ്പഴം തുണി കീറിപ്പോകുന്നത് പോലെ ഒലിവുമല രണ്ടായി ചീന്തിപ്പോകുക. എന്തുകൊണ്ടാണ് കർത്താവേ ഒലിവുമലയെ നീ ചിന്തിക്കളയുന്നത്? ഒലിവുമലയെ എന്താ വിഭാഗിക്കുന്നത്? കർത്താവ് പറയുക, എന്നെ ഒത്തിരി കരയിപ്പിച്ച ഒരു മലയായത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് 3.5 വർഷ ശുശ്രൂഷയിൽ ഞാൻ ഈ ഒലിവുമലയിൽ വന്നിരുന്നാണ് കരഞ്ഞത്. എൻ്റെ താഴ്വര ഉള്ളതായ ഒരു തോട്ടത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാം. അതിൻ്റെ പേര് ഗദശമനയാണ്. ആ ഗദശമന എൻ്റെ വിയർപ്പിനെ രക്തമാക്കിയതാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ദൂത് പറയട്ടെ, ദൈവത്തിൻ്റെ വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ നിന്നെ കരയിപ്പിച്ച ഗദശമന അപ്രത്യക്ഷമാകും. കർത്താവായ യേശു ക്രിസ്തു അതേ രാജാതി രാജാവായി മടങ്ങി വരുമ്പോൾ ആ യെരുശലേം പ്രത്യക്ഷമാകും. സഹോദരങ്ങളെ, 17 പ്രാവശ്യമേ ഞാൻ ഇസ്രായേലിൽ പോയിട്ടുള്ളൂ. കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ഒരു മലയുടെ പീക്കിൽ നിന്ന് കിഴക്കേ വാതിലേക്ക് നോക്കുമ്പോൾ, സ്തോത്രം, 17 പ്രാവശ്യവും ഞാൻ കണ്ടു. ആ സ്തോത്രം, കിഴക്കേ വാതിലേക്ക് നോക്കുമ്പോൾ താൻ സ്വർഗാരോഹണം ചെയ്തതായ സ്ഥലത്ത് നിന്ന് അതിൻ്റെ ഒത്ത മധ്യത്തിൽ താഴ്വരയിലാണ് ആ ഗദശമന. ഒലിവുമല രണ്ടായി മാറുന്നതായ സമയത്ത് അവിടെ ഒരു നേർവീതി ഉണ്ടാകും. ഇന്ന് രാത്രി അനന്ത ശക്തികൾ കേൾക്കട്ടെ. കേൾക്ക്, പാമ്പ് വളഞ്ഞു പോകും, സിംഹം നേരെ പോകും.
Come on. Hallelujah. അല്ല, നിങ്ങൾ പ്രതിപക്ഷമാണോ ഭരണകക്ഷിയാണോ? കൈയടിക്കുന്ന നേരെ കൈയടിക്കുക. സ്തോത്രം. അതെ, പാമ്പ് വളഞ്ഞു പോകും, സിംഹം നേരെ പോകും. അവരൊരിക്കലും വളഞ്ഞ വഴി എടുക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി വളഞ്ഞ വഴിയിൽ നടക്കുന്ന ആരെങ്കിലും മണ്ണുകൾ വെട്ടുകളഞ്ഞേരെ. കർത്താവ് ഒരു മലയിൽ നിൽക്കുമ്പോൾ ഒരു മല രണ്ടായി വിഭാഗിക്കപ്പെടും. അവിടെ ഒരു പുതിയ വഴി ഉണ്ടാകും. എൻ്റെ കർത്താവ് സെക്കൻഡ് കാറ്റഗറിയുടെ ദൈവമല്ല, അവൻ ഫസ്റ്റ് സ്റ്റാൻഡിന്റെ ദൈവമാണ്. അവൻ കിടന്നത് ആരും കിടക്കാത്ത ഗർഭപാത്രത്തിലാണ്. അവൻ ഇരുന്നത് ആരും ഇരിക്കാത്ത കഴുതക്കുട്ടിയുടെ പുറത്താണ്. അവനെ വച്ചത് ആരും വയ്ക്കാത്ത കല്ലറയിലാണ്. അങ്ങനെയെങ്കിൽ അവൻ രാജാവായി നടക്കുന്നത് ആരും മുൻപ് നടന്നിട്ടില്ലാത്ത വഴിയിലൂടെയാണ്. കമാൺ, ആരോടാ ഞാൻ ഇന്ന് രാത്രി പ്രവചിക്കുന്നത്? ഇൻ ദ നെയിം ഓഫ് ജീസസ്. കാത്തിരിക്കുന്നവർ ഇന്ന് രാത്രി ഈ ദൂത് ഏറ്റെടുക്കണം. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത, നിന്റെ കുടുംബക്കാർ കണ്ടിട്ടില്ലാത്ത, നിന്റെ കസിൻസ് കൈകാര്യം ചെയ്തിട്ടില്ലാത്ത എന്തോ വലുത് ഈ മെയ് മാസത്തിൽ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം നിനക്കായി കരുതുന്നു. വാതിലുകൾ തുറക്കുകയാണ്. ട്രിവാൻഡ്രം ഏറ്റെടുക്ക്. എൻ്റെ ആത്മാവിൽ ഞാൻ കേൾക്കുന്നു വാതിലുകൾ തുറക്കുന്ന ശബ്ദം. തലമുറകൾക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്ന ശബ്ദം. ശുശ്രൂഷയ്ക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്ന ശബ്ദം. ബിസിനസ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്ന ശബ്ദം. ഭാവികൾക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്നവനായ ശബ്ദം. ഇല്ലാത്ത വഴിയെ നിനക്ക് വേണ്ടി ഉളവാക്കുന്ന കർത്താവിന്റെ പ്രവൃത്തി. ഒരിക്കൽ കൂടെ, ഇല്ലാത്ത വഴിയെ നിനക്ക് വേണ്ടി ഉളവാക്കുന്ന കർത്താവ്. വായികളെ തുറന്ന കരങ്ങൾ അടിച്ച് ആരാധിക്കുക. സമാധാനത്തിന്റെ രാജാവ് ആരും നടക്കാത്ത വഴിയിലൂടെ നടന്നു വരുമ്പോൾ നൂറ്റാണ്ടുകളായി അടച്ചിട്ടിരിക്കുന്ന ഒരു വാതിലുണ്ട്. അതിന്റെ പേരാണ് കിഴക്കേ വാതിൽ. ഇന്ന് നിങ്ങൾ യെരൂശലേമിന്റെ ഫോട്ടോ നോക്കുമ്പോൾ കിഴക്കേ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. കാരണം സ്തോത്രം, അത് പണിതായ സുലൈമാൻ ചക്രവർത്തിയോട് ആരോ പറഞ്ഞു, ഇതാ മെസ്സിഹ വരുന്നുണ്ട്. എന്തിനാ മെസ്സിഹ വരുന്നത്? യെരൂശലേമിനെ ടേക്ക് ഓവർ ചെയ്യാൻ, യെരൂശലേമിനെ പിടിച്ചടക്കാൻ മെസ്സിഹ വരുന്നു. ആ സുലൈമാൻ ഇപ്രകാരം ആ രാജാവ് പറഞ്ഞു, ഓഹോ, അങ്ങനെയെങ്കിൽ ഈ മെസ്സിഹ ഏത് വഴിയാ വരുന്നത്? അവർ പറഞ്ഞു, യഹൂദന്മാർ പറയുന്നത്, ക്രിസ്ത്യാനികൾ പറയുന്നത് മെസ്സിഹ കിഴക്കേ വാതിലൂടെയാണ് വരുന്നത്. റിയലി കിഴക്കേ വാതിലൂടെയാണ് വരുന്നത്. ഈ വരുന്ന മെസ്സിഹ യഹൂദനല്ലേ? അതെ ആണല്ലോ തിരുമേനി, വരുന്ന മെസ്സിഹ യഹൂദനാണ്. സുലൈമാൻ ദ മാഗ്നിഫിക്കന്റ് എന്താ ചെയ്തത്? സുലൈമാൻ ആ മതിൽ പണിതവൻ, സ്തോത്രം, ആ വാതിലിനെ നന്നായിട്ട് അങ്ങ് അടച്ചു ഉറപ്പാക്കി. അതിന്റെ മുൻപിൽ ജാതികളെ കുറച്ചൊരു സെമിത്തേരിയും അങ്ങുണ്ടാക്കി. 100 കണക്കിന് ജാതികളെ അടക്കി. കാര്യം എന്തെന്നറിയോ? യഹൂദൻ ഒരിക്കലും ജാതികളുടെ സെമിത്തേരിയിലൂടെ യഹൂദൻ അദ്ദേഹം നടന്നു പോകത്തില്ല. ജാതികളുടെ സെമിത്തേരിയിലൂടെ യഹൂദ റബിയാകുന്ന മെസ്സിഹ നടക്കത്തില്ല. പക്ഷെ ഇന്ന് രാത്രി കല്ലകത്ത സുലൈമാൻ മാഗ്നിഫിക്കന്റ് വന്നിരുന്നെങ്കിൽ ആ മന്ദബുദ്ധിയോട് ഞാൻ പറഞ്ഞേനെ, ഈ വരുന്ന മെസ്സിഹ ആരെന്നറിയാമോ? അവൻ കടലിൽ ഹൈവേ ഒരുക്കിയവരാണ്. ഞാൻ നിന്റെ അപ്പനെ കുറിച്ചാ പറയുന്നത്. ഈ പട്ടണം ഒന്ന് കാണട്ടെ, ഈ പട്ടണത്തിൽ അത് വെളിപ്പെടട്ടെ. ശബ്ദമുയർത്തി ഏറ്റെടുക്ക്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. വർഷങ്ങളായി, മാസങ്ങളായി കരയുന്നവരെ, ഉപവസിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ, തുറന്നു വരിക. അടഞ്ഞത് സകലതും തുറക്കട്ടെ. സാത്താൻ അടച്ചത് തുറക്കട്ടെ. മനുഷ്യൻ അടിച്ചത് തുറക്കട്ടെ. മന്ത്രവും തന്ത്രവും തട്ടിപ്പും വെട്ടിപ്പും കൂടെ നിന്ന് ചതിച്ചതും സകലതും യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ആരും അടക്കാതെ വണ്ണം തുറക്കുന്ന ദൈവത്തിന്റെ കൃപയാൽ തുറക്കട്ടെ. കരങ്ങൾ അടിച്ച് അധരങ്ങളെ തുറന്ന് ആരാധിക്കും. വരുന്നവൻ കടലിൽ ഹൈവേ ഒരുക്കിയവനാ. യോശുവയ്ക്ക് വേണ്ടി യോർദാനെ പിളർന്നവനാ. ഏലിയാവിന്റെ പുതപ്പിന്മേൽ യോർദാൻ വിഭാഗിച്ചവനാ. എലീശ വാരി പുതച്ച് ഇറങ്ങിയതായ പുതപ്പിന്റെ മുൻപിൽ യോർദാനെ വീണ്ടും വിഭാഗിച്ചവനാ. ഇന്ന് രാത്രി ഏതോ നിന്റെ മുൻപിൽ വിഭാഗിക്കപ്പെടുന്നു. ഞാൻ ഒരിക്കൽ കൂടെ പ്രവചന ദൂത് ആവർത്തിക്കട്ടെ. നിന്റെ മുൻപിൽ ചിലത് ഈ ദിവസങ്ങളിൽ വിഭാഗിക്കപ്പെടുന്നു. ഏറ്റെടുക്കണം. ഞാൻ ലോക്കൽ ബോയാണ്. സ്തോത്രം. വന്ന് എന്നോട് പറ, ബ്രദർ, 2ാം ദിവസമല്ല, 1ാം ദിവസമല്ല, 3ാമത്തെ ദിവസം എൻ്റെ മേൽ ഒരു പുതപ്പ് വീണു. 3ാം ദിവസം ചിലതിനെ മുറിച്ച് അക്കര കടക്കാൻ ഞാൻ ഈ സർവീസിന് ഇങ്ങനെ പേരിടുന്നു. ദിസ് ഈസ് എ ക്രോസ് ഓവർ സർവീസ്. വർഷങ്ങളായി നിന്നെ തടഞ്ഞത് ഇന്ന് രാത്രി സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ നിന്റെ മുൻപിൽ വിഭാഗിക്കപ്പെടുന്ന ക്രോസ് ഓവർ.
തുറക്കട്ടെ, തുറക്കട്ടെ. സാത്താൻ അടച്ച പൂത്തിരിക്കണ്ട മൈതാനം തുറക്കട്ടെ. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്ക്. കമാൺ കമാൺ കമാൺ. ഹല്ലേലൂയ. സാത്താൻ അടച്ച മുഴുവൻ ഗ്രൗണ്ടുകൾ തുറക്കട്ടെ. സാത്താൻ അടച്ച ഗ്രൗണ്ടുകൾ തുറക്കട്ടെ. നീ എന്തോ വിചാരിച്ച് ഇതുകൊണ്ട് തീർന്നു പോകുന്നു? നോ 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 നോ. ഇത് അവസാന യോഗമല്ല. ക്രിസ്ത്യൻ സഭയുടെ തിരുവനന്തപുരത്തിന്റെ ദൈവജനത്തിന്റെ ആരംഭ യോഗമായത്. ഇവിടെ നിന്ന് ഞങ്ങൾ ആരംഭിക്കാൻ പോവാ. ഗ്രൗണ്ടുകൾ തുറക്കട്ടെ, സ്റ്റേഡിയംസ് തുറക്കട്ടെ. ചന്ദ്രശേഖരൻ നെയർ സ്റ്റേഡിയം തുറക്കട്ടെ. ശത്രു അടച്ചത് തുറക്കട്ടെ. കൊറോണ അടച്ചത് തുറക്കട്ടെ. ഗവൺമെന്റ് അടച്ചത്, പൂജാരി മണ്ഡലങ്ങൾ അടച്ചത്, മതമണ്ഡലങ്ങൾ അടച്ചത് അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. ഇന്ന് രാത്രി ദൈവാത്മാവ് ഉള്ളവൻ വാ തുറന്ന് വിളിച്ചു പറ. തെക്കേ, വടക്കേ, കിഴക്കേ, പടിഞ്ഞാറേ ആത്മാക്കളെ വിട്ടുതരിക. കമാൻ കമാൻ കമാൻ. ശംഖുമുഖം തുറക്കട്ടെ. തെക്കേ, വടക്കേ, കിഴക്കേ, പടിഞ്ഞാറേ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ആത്മാക്കളെ വിട്ടുതരിക. നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടക്കുന്ന കിഴക്കേ വാതിലിനെ അടച്ചിട്ട് അവൻ ആ വാതിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. Can you see that? യേശുവിന്റെ നാമത്തിൽ നിന്റെ പിതാക്കന്മാരുടെ കാലത്ത് തുറന്നിട്ടില്ലാത്തത് നിന്റെ മുമ്പിൽ തുറക്കാൻ പോകുകയാണ്. നിന്റെ അപ്പൂപ്പന്മാരുടെ കാലത്ത് അടച്ചത് നിന്റെ അഭിഷേകം. നിന്റെ അഭിഷേകം അതിനെ തുറക്കുകയാണ്. പൂർവികന്മാർ നിന്നെ സ്നാനപ്പെടുത്തിയ ദൈവദാസന്മാർക്ക് കഴിയാത്തത്, കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ദൈവദാസന്മാർക്ക് കഴിയാത്തത് ഈ രാത്രി സഭയെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു. ഇതാ സീസൺ മാറുകയാണ്. സീസൺ മാറുകയാണ്. ഉണർവിന്റെ അടുത്ത ലെവൽ സുവിശേഷീകരണത്തിനായി ദൈവം ഇത് അടഞ്ഞ വാതിലുകളെ തുറക്കുകയാണ്. വാതുറന്ന് അന്യഭാഷ പറ, വാതുറന്ന് അന്യഭാഷ പറ. ട്രിവാൻഡ്രം മലയാളം മാറ്റി വെച്ച് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാണ്. കിഴക്കേ വാതിൽ തുറന്ന സമാധാനത്തിന്റെ രാജാവ് യെരൂശലേം പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യെരൂശലേം പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ അന്ന് എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ലോകത്തെ മുഴുവൻ ഭരിക്കുന്നുണ്ട്. ഒരു കഥാപാത്രം, ലോകത്തിന്റെ ക്യാരക്ടർ ഈ എതിർ ക്രിസ്തു ലോകത്തിന്റെ ക്യാരക്ടർ എങ്കിൽ എനിക്ക് പറയാനുള്ളത് മെയിൻ ക്യാരക്ടർ സത്യക്രിസ്തുവാണ്. മെയിൻ ക്യാരക്ടർ സത്യക്രിസ്തുവാണ്. സകല നാമത്തിന് മേലായ നാമം നസറേന യേശുവാണ്. വായിലെ ശ്വാസത്താൽ പൊടിയെ ഊതിക്കളഞ്ഞിട്ടുള്ളവർ കരങ്ങളൊന്ന് ചലിപ്പിച്ചാണ്. പൊടിയെ ഊതിക്കളഞ്ഞിട്ടുള്ളവർ കരങ്ങളൊന്ന് ചലിപ്പിച്ചാണ്. അത്രയേ ഉള്ളൂ. തെസ്സലോനിക്ക ലേഖനം പറയുന്നു, യേശു കർത്താവ് വായിലെ ശ്വാസത്താൽ അന്തിക്രിസ്തുവിനെ ഒടുക്കി കളയുമെന്ന്. വായിലെ ശ്വാസത്താൽ, ദാറ്റ്സ് ഓൾ. എതിർ ക്രിസ്തുവിനെ വായിലെ ശ്വാസത്താൽ, നിങ്ങളെ കേക്ക്, വായിലെ ശ്വാസത്താൽ എതിർ ക്രിസ്തുവിനെ കർത്താവ് ഒടുക്കി കളയും. അവൻ 666 എന്റെ കർത്താവ് 777. ഹല്ലേലൂയ. നിന്റെ കൂടെയുള്ളവൻ അവരോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവനത്രേ. വായിലെ ശ്വാസത്താൽ അവൻ അന്തിക്രിസ്തുവിനെ ഒടുക്കിക്കളയും. അവന്റെ മൂക്കിലെ ശ്വാസത്താൽ 4000 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് കടലിൽ വിഭാഗിച്ചു. പിന്നോട്ട് നോക്കുമ്പോൾ അവന്റെ മൂക്കിലെ ശ്വാസം, മുന്നോട്ട് നോക്കുമ്പോൾ അവന്റെ വായിലെ ശ്വാസം. നിങ്ങൾക്ക് മനസ്സിലായില്ല? പിന്നോട്ട് നോക്കുമ്പോൾ അവന്റെ മൂക്കിലെ ശ്വാസം, ചെങ്കട വിഭാഗിച്ച അവന്റെ മൂക്കിലെ ശ്വാസം. മുന്നോട്ട് നോക്കുമ്പോൾ ഇനി വെളിപ്പെടുവാൻ പോകുന്നത് അവന്റെ വായിലെ ശ്വാസം. ഏതൊരു ക്രിസ്തുവിനെ മാറ്റി മുന്നോട്ട് പോകുമ്പോൾ പുതിയ നിയമസഭയിൽ ഏറ്റവും മുന്നിൽ നടക്കുന്ന ഒരു ലേഡിയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, അമ്മ മറിയാം. എന്താ മെച്ചി തള്ളിപ്പോകുന്ന, പെട്ടെന്ന് ഞങ്ങളെയൊക്കെ തള്ളി മാറ്റി പോകുന്നേ? സുരേഷേ, എനിക്കൊരു ദൂതുണ്ട്. കള്ളം പറയാത്ത എൻ്റെ കർത്താവ് പണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് നസ്രയത്തിൽ ദൂതനിറക്കി പറഞ്ഞ ഒരു ദൂതുണ്ട്. ആ ദൂത് ഇതാണ്: നിന്റെ ഉദരത്തിൽ വരുന്ന കുഞ്ഞുണ്ടല്ലോ, അവൻ ക്രൂശിൽ പിടയുമെന്നല്ല പറഞ്ഞത്, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്നാ പറഞ്ഞത്. Come on. ഈ പിടഞ്ഞവരാണ് ഈ കൈയടിച്ച, ബാക്കിയുള്ളവർക്ക് മനസ്സിലായില്ല. കാരണം മുറിഞ്ഞവർക്കല്ലേ മുറിവിന്റെ വേദന അറിയത്തുള്ളൂ. കരഞ്ഞവർക്കല്ലേ കണ്ണുനീരിന്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ. ഒറ്റപ്പെട്ടവർക്കല്ലേ മരുഭൂമിയും പത്മോസും എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. ജീവിതത്തിൽ എവിടെയോ തട്ടുപാട് കിട്ടിയവർ, ജീവിതത്തിൽ എവിടെയോ ഉലച്ചിൽ പറ്റിയവർ പറയും, എൻ്റെ ദിശ മാറിപ്പോയി. ഞാൻ പ്രതീക്ഷിച്ചത് സിംഹാസനമാണ്, പക്ഷെ ഞാൻ കണ്ടത് ദൈവത്തിൻ്റെ
പുത്രൻ ക്രൂശിൽ കിടന്ന് പിടയ്ക്കുന്നതാ കണ്ടത്. ഞാൻ ഇന്ന് രാത്രി അമ്മച്ചിയോട് പറയട്ടെ, ഞാൻ ഇന്ന് രാത്രി അപ്പച്ചന്മാരോട് പറയട്ടെ, ഞാൻ ഇന്ന് രാത്രി സഹോദരന്മാരോടും സഹോദരിമാരോടും പറയട്ടെ, നിനക്കും വാഗ്ദത്തത്തിന്റെ മധ്യത്തിൽ ചിലപ്പോൾ ചില ഗതശമനകൾ വന്നേക്കാം. നിനക്കും നിന്റെ വാഗ്ദത്തത്തിന്റെ മധ്യത്തിൽ ചില ഗോൽഗോഥ വന്നിരിക്കാം. പക്ഷെ വാഗ്ദത്തം പറവാൻ വാ തുറന്നവനായ ദൈവം വാഗ്ദത്തത്തെ എത്തുവാൻ വഴിയും തുറക്കുവാൻ വിശ്വസ്തനാണ്. Come on. Hallelujah. ഹൃദയത്തിൽ വാളുമായി നടന്ന ആ അമ്മ നോക്കുമ്പോൾ അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ അവൻ ഇരിക്കുന്നത് മറിയ കണ്ട്. ഓ സഹോദരങ്ങളെ, നിങ്ങളെന്നെ സഹായിച്ചേ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി ഫിസിക്കലി ഞാൻ ടയർഡാണ്, പക്ഷേ ഇന്ന് രാത്രി ആത്മാവ് വളരെ ആക്റ്റീവാണ്. യേശുവിൻ്റെ നാമത്തിൽ ചെവിയിൽ കേട്ട വാഗ്ദത്തം സ്വന്തം കണ്ണുകൊണ്ട് നീ കാണുവാൻ സമയമായെന്ന് പറ. രണ്ടാമതിരിക്കുന്ന സഹോദരൻ തുടങ്ങി. ചെവിയിൽ കേട്ട വാഗ്ദത്തം കണ്ണിൽ കാണാൻ സമയമായി. ചെവിയിൽ കേട്ട വാഗ്ദത്തം കണ്ണിൽ കാണുന്ന ദിവസമാണിത്. 2024 കണ്ണിൽ കാണുന്ന ഒരു വർഷമാണ്. ചെവിയിൽ കേട്ട വാഗ്ദത്തം 2000 വർഷം മുമ്പ് കേട്ടതാണ്. He is going to sit on the throne of his father David. തന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ അവൻ ഇരിക്കുന്നത് കാണുമെന്നാ പറഞ്ഞത്. പക്ഷെ കണ്ടില്ല. പക്ഷേ മറിയ പറയും, ഗതശമനയിൽ അവൻ തീർന്നില്ല. ഗോൽഗോഥയെ അവൻ പരാജയപ്പെടുത്തി. ഞാൻ ഇങ്ങനെ പറയട്ടെ, എൻ്റെ വേർഷനിൽ ഈസ് ദ ചാമ്പ്യൻ ഓഫ് കാൽവരി. ചാമ്പ്യൻ ഓഫ് കാൽവരിയിലെ ചാമ്പ്യൻ. ഈഡൻ ഗാർഡൻസിന്റെ ചാമ്പ്യൻ എന്നല്ല ഞാൻ പറഞ്ഞത്. ലോർഡ്സിന്റെ ചാമ്പ്യൻ എന്നല്ല പറഞ്ഞത്. ക്രിക്കറ്റിന്റെ ഫുട്ബോളിന്റെ ചാമ്പ്യൻ എന്നല്ല ഞാൻ പറഞ്ഞത്. പണിക പാമ്പായ സാത്താന്റെ തലയെ തകർത്തവൻ, പാതാളത്തെ ജയിച്ചവൻ, മരണത്തെ പരാജയപ്പെടുത്തിയവൻ, ചാമ്പ്യൻ ഓഫ് കാൽവരി. അവൻ ജയിച്ച് ആ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിനക്കുള്ള ദൂതാണ് ഈ മൂന്നാമത്തെ ഒരുവിധം. നീ തലയിലൂടെ മുണ്ടിട്ടല്ല ഈ പട്ടണത്തിൽ ജീവിക്കുന്നത്, നീ ജയിച്ചിരിക്കുന്നത്. ഞാൻ കാണാൻ പോവാ. എന്നെ വന്ന് കാണാൻ കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ഞാൻ കാണാൻ പോവാ. നീ ജയിച്ച് ജീവിക്കുന്നത്, നീ ജയിച്ചിരിക്കുന്നത് ഞാൻ കാണുവാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിർത്തി. സമാധാനത്തിൻ്റെ രാജാവ് സമാധാന രാജ്യം സ്ഥാപിപ്പാൻ ഈ ലോകത്തിൽ വരുവാൻ പോകുന്നു. കൊറോണ ഇല്ലാത്ത 1000 വർഷം, സുനാമി ഇല്ലാത്ത 1000 വർഷം, ജയിലുകളില്ലാത്ത 1000 വർഷം, പോലീസുകാർക്ക് പണിയില്ലാത്ത 1000 വർഷം, പട്ടാളം മുഴുവൻ വെക്കേഷൻ പോയിരിക്കുന്ന 1000 വർഷം, 1000 ആണ്ട് ഈ ലോകത്തെ ഭരിപ്പാൻ യേശു കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. പക്ഷേ അവനെ മാനിക്കുന്ന ഒരു പട്ടണമുണ്ട്. ഹലോ, അവനെ മാനിക്കുന്ന ഒരു പട്ടണമുണ്ട്. ഇത് ഒരു വല്ലാത്ത വിഷം തിന്ന ഒരു പട്ടണമാണ്. ഈ പട്ടണത്തിൻ്റെ കാര്യം ഞാൻ പറയട്ടോ. ഈ പട്ടണത്തിൻ്റെ പ്രത്യേകത, ബെർണാഡ് അങ്കോമ എന്ന് പറയുന്ന ഒരു ദേവദാസനുണ്ടായിരുന്നു. എത്ര പേര് അദ്ദേഹത്തെ കണ്ടു അല്ലെങ്കിൽ കേട്ടു? ബെർണാഡ് ബ്ലെസ്സിങ്. കരങ്ങളെ ഉയർത്തിയാട്ടെ. പുള്ളി ബാംഗ്ലൂർ പോയി, ഒരു കുഴപ്പമില്ല. പുള്ളി ചെന്നൈ പോയി, ഒരു കുഴപ്പമില്ല. അദ്ദേഹം ഇന്ത്യയിൽ എല്ലാ പട്ടണങ്ങളും ഓടി നടന്ന് പ്രസംഗിച്ചു, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ അറസ്റ്റ് വന്നു. അഭിഷിക്തന്മാരെ തലകുനിയിപ്പിക്കുന്ന പട്ടണം. പക്ഷെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി നിനക്കുള്ള ദൂതാണ്. എവിടെ നീ മക്കളെ, ഇതെല്ലാവർക്കും മനസ്സിലാകത്തില്ല. വേറെ ഏത് പട്ടണത്തിൽ ബെർണാഡ് അങ്കോമ കടന്നുപോയോ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വന്നപ്പോ വിഷം തിന്നുന്ന പാമ്പിന്റെ വേഷം ചീറ്റപ്പെട്ടെങ്കിൽ അവന്റെ തലയെ തകർത്ത നാസറേന യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്നെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ, ഈ പട്ടണത്തിൽ നിന്റെ പേരിൽ ഒരു കൊയ്ത്തുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവിനെ കൊല്ലുവാൻ പ്ലോട്ട് ഉണ്ടാക്കിയ, യേശു കർത്താവിനെ കൊല്ലുവാൻ ഗൂഢാലോചന നടത്തിയ പട്ടണമാണ് യെരൂശലേം. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവിനെ അറസ്റ്റ് ചെയ്ത പട്ടണമാണ് യെരൂശലേം. യേശു കർത്താവിൻ്റെ താടി രോമം പിടിച്ച് വലിച്ച പട്ടണമാണ് യെരൂശലേം. പല്ല് തേക്കാത്ത 600 പടയാളികൾ മാറി അവനെ തുപ്പി നാറ്റിയ പട്ടണമാണ് യെരൂശലേം. അവനെ ക്രൂശിപ്പാൻ വേണ്ടി 1 കിലോമീറ്ററിന് 200 മീറ്ററും ക്രൂശ് ചുമപ്പിച്ച പട്ടണമാണ് യെരൂശലേം. 2 കള്ളന്മാരുടെ നടുവിൽ അവനെ ക്രൂശിക്കുകയും അവൻ്റെ തലയിൽ മുൾക്കിരീടം അടിച്ച്
അടിച്ചിറക്കുകയും ചെയ്തതായ പട്ടണമാണ് യെരൂശലേം. അവനെ കൊന്നുകളഞ്ഞ പട്ടണമാണ് യെരൂശലേം. അവനെ അടക്കിയ പട്ടണമാണ് യെരൂശലേം. അവൻ ഒരു കാരണവശാലും പുറത്തു വരണമെന്ന് പറഞ്ഞ് മുദ്ര വെച്ച് അടച്ചിട്ട പട്ടണമാണ് യെരൂശലേം. അവൻ്റെ ശരീരം മുഴുവൻ തകർന്നിരിക്കുന്നേ. അവൻ്റെ സ്തോത്രം തല മുതൽ പാദം വരെ ലിനം തുണി കൊണ്ട് വച്ച് കെട്ടിയിരിക്കുന്നേ. അവൻ്റെ മുൻപിൽ വലിയൊരു കല്ലുണ്ട്. ആ കല്ലിൽ റോമൻ ഇമ്പീരിയൽ മുദ്രയുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ദൂത് ഇതാണ്: നീ എത്ര തകർന്നാലും, നീ എത്ര കെട്ടിൽ അകപ്പെട്ടാലും, എത്ര കല്ലുണ്ടെങ്കിലും, എത്ര മുദ്രയുണ്ടെങ്കിലും, ഒരു വെള്ളിയാഴ്ചയുണ്ടെങ്കിൽ ഒരു ഞായറാഴ്ചയുണ്ട്. യെസ് യെസ് യെസ്, ഹല്ലേലൂയ ഹല്ലേലൂയ. തകർച്ചകൾ വർദ്ധിക്കുമ്പോൾ, കെട്ടുകൾ മുറുകുമ്പോൾ, കല്ലുകൾ നിനക്കെതിരെ ഉരുളുമ്പോൾ, സ്തോത്രം, അതേ വിലാപ ഗാനം പുറത്ത് നിന്ന് തീർന്നു എന്ന് ആരെങ്കിലും പാടുന്നത് നീ കേൾക്കുമ്പോൾ, ചേഞ്ച് യുവർ ടോൺ. നിന്റെ കയ്യടിയുടെ വേഗത വർദ്ധിക്കണം. നിന്റെ സ്തോത്രത്തിന്റെ നാദം വർദ്ധിക്കണം. കാരണം 3 ദിവസം കഴിയുമ്പോൾ മനുഷ്യൻ വച്ചെടുത്ത് നിന്നെ കാണുകയില്ല. ആരോടാ ഞാനിത് പറയുന്നേ? 3 ദിവസം കഴിയുമ്പോൾ മനുഷ്യൻ വച്ചെടുത്ത്, അപവാദികൾ വച്ചെടുത്ത്, പൊളിറ്റീഷ്യന്മാർ നിന്നെ വച്ചെടുത്ത് നിന്നെ കാണുവാൻ കഴിയത്തില്ല. സമാധാനത്തിന്റെ ദൈവം പറഞ്ഞു, മക്കളെ, ആ പട്ടണത്തിൽ നിനക്കൊരു മധുര പ്രതികാരമുണ്ട്. ആ പട്ടണത്തിൽ തന്നെ. റിയലി നിനക്ക് മനസ്സിലായോ? നിനക്ക് മനസ്സിലായോ? നിനക്ക് എൻ്റെ മലയാളം മനസ്സിലാകുന്നോ? റിയലി ഏത് പട്ടണം? പറ. എക്സാക്ട്ലി മക്കളെ, വെൽക്കം ടു ദ ക്ലബ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അഭിഷിക്തന്മാർ പറഞ്ഞാട്ടെ, ഞങ്ങൾ മുറിവേറ്റു, പക്ഷെ ഞങ്ങൾ തോറ്റിട്ടില്ല. Come on. Oh, hallelujah. ഞങ്ങൾ മുറിവേറ്റ്, പക്ഷെ ഞങ്ങൾ തോറ്റിട്ടില്ല. ഓ ഹല്ലേലൂയ. തോൽപ്പിക്കാൻ വന്ന ശത്രു ഈ ഷൂസിന്റെ കീഴിലാണ്. In the name of Jesus. In the name of Jesus. ശബ്ദമുയർത്തി ജനം ദൈവത്തെ ആരാധിക്കട്ടെ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം നൽകിയ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പാർഷ്യൽ വിക്ടറി അല്ല, കല്ലയം ദേശത്തെ ഞങ്ങൾ ടോട്ടൽ വിക്ടറി ഏറ്റെടുക്കുന്നു. ഏത് പട്ടണത്തിലാണോ അവൻ്റെ രക്തം വിയർപ്പായത്, ഏത് പട്ടണത്തിലാണോ മുൾക്കിരീടം ഏറ്റെടുത്തത്, ഏത് പട്ടണത്തിലാണോ അടിപ്പിണർ വീണത്, എവിടെയാണോ ക്രൂശ് ചുമന്നത്, എവിടെയാണോ ക്രൂശിച്ചത്, എവിടെയാണോ മരിച്ചത്, എവിടെയാണോ അടക്കം ചെയ്യപ്പെട്ടത്, എവിടെയാണോ അവൻ പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞത്, പുറത്തു വന്നിട്ടും കള്ളക്കഥകൾ അവന് നേരെ പറഞ്ഞു വിട്ടത്, അതേ പട്ടണത്തിൽ. മക്കളെ, ഒരു കസേരത ഓട്ട് വേണ്ട, കസേരനാദി. സ്തോത്രം. നോക്ക്, ഏത് പട്ടണത്തിലാണോ നീ തീർന്നെന്ന് പറഞ്ഞത്, നീതിയുടെ ദൈവം യഹോവ തിസ്കനോ. കേട്ടിട്ടുണ്ടോ? നീതിയുടെ ദൈവം. നിനക്ക് നീതി വരുന്നത് അപ്പുറത്തെ പോലീസിലും അപ്പുറത്തെ കോടതിയിൽ നിന്നല്ല, നിനക്ക് നീതി തരുന്നത് സ്വർഗത്തിൽ നിന്നാണ്. നീതിയുടെ ദൈവം പറഞ്ഞു, ഏത് പട്ടണത്തിലാണോ നീ മുറിവേറ്റത്, ഏത് പട്ടണത്തിലാണോ നീ തകർന്നത്, ഏത് പട്ടണത്തിലാണോ നീ കരഞ്ഞത്, ഏത് പട്ടണത്തിലാണോ നീ ഉടഞ്ഞത്, അതേ പട്ടണത്തിൽ ഞാൻ നിന്റെ സിംഹാസനത്തെ വയ്ക്കും. അവിടെ ഇരുന്നിട്ട് നീ ലോകം മുഴുവൻ ഭരിപ്പാൻ പോകുന്നു. നിന്റെ ക്യാപിറ്റൽ മഡഗാസ്കർ അല്ല, മാഞ്ചസ്റ്റർ അല്ല, മൻഹാട്ടൻ അല്ല. നിന്റെ ക്യാപിറ്റൽ അതേ വാഷിംഗ്ടൺ DC അല്ല, ബെർമിംഗ്ഹാം അല്ല. അതേ സ്തോത്രം, നിന്റെ ക്യാപിറ്റൽ മറ്റേതെങ്കിലും പട്ടണമല്ല. എവിടെയാണോ നീ കരഞ്ഞത്, എവിടെയാണോ നീ ഉടഞ്ഞത്, എവിടെയാണോ മനുഷ്യൻ നിന്നെ തള്ളിയത്, എവിടെയാണോ അപവാദം കേട്ടത്, എവിടെയാണോ പകയ്ക്കുന്നവർ നിനക്കെതിരെ വാട കോരിയത്, അതേ പട്ടണത്തിൽ ദൈവം തന്നെ മാനിക്കാൻ പോവാ. ദൈവം തന്നെ മാനിക്കുമ്പോൾ ആ ടൈം വന്നു കഴിഞ്ഞു, ആ സമയം വന്നു കഴിഞ്ഞു. ആർക്കെങ്കിലും എഴുന്നേറ്റ് നിൽക്കണമെന്ന് തോന്നുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ടൈം വന്നു കഴിഞ്ഞു. ദൈവം തന്നെ മാനിക്കാൻ പോവാ. നിന്റെ തലമുറയെ മാനിക്കാൻ പോവാ. ദൈവം നിന്റെ തലമുറയെ മാനിക്കാൻ പോവാ. ദൈവം നിന്നെ മാനിക്കാൻ പോവാ. സമാധാനത്തിൻ്റെ ദൈവം ഇന്ന് രാത്രി ഈ ദൂത് ഞാൻ കൈമാറുമ്പോൾ, ഇന്ന് രാത്രി ഈ പ്രവചന ദൂത് ഞാൻ നിന്നോട് വിളിച്ചു പറയുമ്പോൾ, ശത്രുവിൻ്റെ പാളയത്തിലേക്ക് എഴുതുവിടുന്നതായ അസ്ത്രങ്ങൾ പോലെ, ശത്രുവിന്റെ പാളയത്തിലേക്ക് ഏതുവിടുന്ന അസ്ത്രങ്ങൾ പോലെ ഇന്ന് രാത്രി ശത്രുവിന്റെ പാളയങ്ങളെ തകർക്കുകയാണ്. വിശ്വസിക്കുന്നവരെ ശബ്ദമുയർത്തി ഹല്ലേലൂയ പറയട്ടെ. അതാണ് വാഗ്ദത്തം.
അതാണ് വാഗ്ദത്തം. അതാണ് വാഗ്ദത്തം. വാഗ്ദത്തത്തിന്റെ നേരവാ. അതാണ് വാഗ്ദത്തം. അതാണ് വാഗ്ദത്തം. ഇത് വാഗ്ദത്തം കേൾക്കേണ്ട സീസൺ അല്ല ലോർഡ്സനെ. ഇത് കേട്ട വാഗ്ദത്തത്തിൽ കടക്കുന്ന സീസണാണ്. ഇത് കേട്ട വാഗ്ദത്തത്തിൽ നീ ഞാൻ കടക്കുന്ന സീസണാണ്. ഇൻ ജീസസ് നെയിം. നീ ഒരു ഉണർവുകാരനാണ്. നീ ഒരു സുവിശേഷകനാണ്. നീ ഒരു പ്രവാചകനാണ്. നിന്റെ തൂരികയിലൂടെ ധാരാളം പുസ്തകങ്ങൾ പുറത്തു വരികയാണ്. അങ്ങനെ ഇന്ത്യൻ ചർച്ചിന് തിരുവനന്തപുരം പട്ടണം ഈ ഗ്രൗണ്ടിൽ കൂടിയിരിക്കുന്ന അഭിഷിക്തന്മാരുടെ പേരിൽ ഒരു കലവറ കർത്താവ് തീർക്കുവാൻ പോകുകയാണ്. ഇത് ദൈവത്തിന്റെ ആയുധപുരയാണ്. എത്ര പേർ ആമേൻ പറഞ്ഞാന്ന് അറിയത്തില്ല. ഈ അന്ത്യകാല ഉണർവിന്, ഈ ഫൈനൽ ജനറേഷനിൽ ഇത് ദൈവത്തിന്റെ ഒരു ആയുധപുരയാണ്. ആത്മാവിന് അഭിഷേകം പ്രാപിച്ച അന്യഭാഷികൾ ദൈവത്തെ സ്തുതിച്ചു നിന്നാട്ടെ. സംസാരിച്ചെന്നില്ല. ഇനി നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ. കേട്ടില്ല. നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ. ഈ പട്ടണം സാധാ പട്ടണമല്ല. ഇതൊരു ദൈവത്തിന്റെ ആയുധപുരയാണ്. Come on, raise your voice. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക. ദൈവം അതിനെ നിറയ്ക്കട്ടെ. ദൈവം അതിനെ നിറയ്ക്കട്ടെ. ശക്തിയോടെ, ശക്തിയോടെ, ശക്തിയോടെ. ആരാ കൈയടിക്കാൻ മടി കാണിക്കുന്നേ? ആരാ കൈയടിക്കാൻ മടി കാണിക്കുന്നേ? അലസത വിട്ടുപോകട്ടെ. ഉത്സാഹം വർദ്ധിക്കട്ടെ. ഇതാ കാറ്റ് വീശുന്നു. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നിന്റെ മേൽ വീശുന്നു. പരിശുദ്ധാത്മാവിന്റെ തീയ് നിന്റെ മേൽ വീഴുന്നു. പരിശുദ്ധാത്മാവിന്റെ നദി നിന്റെ മേൽ ഒഴുകുന്നു. പ്രാപിക്ക്, 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 പ്രാപിക്ക്. Come on. ഏത് ഗ്രൗണ്ട് നിൽക്കുന്നു മറക്ക്. ആര് പ്രസംഗിച്ചു മറക്ക്. നീയും പരിശുദ്ധാത്മാവ് മാത്രം. മഹത്വം ദേശത്തിൽ വിളങ്ങിയിടും. അസ്ഥി സൈന്യമായി എഴുന്നേൽക്കും. മഹത്വം ദേശത്തിൽ വിളങ്ങിയിടും. പരിശുദ്ധ രൂഹ, പരിശുദ്ധ രൂഹ, വാഗ്ദത്തത്തിൻ സമയമാണിത്. മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്. മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ.
മരണനിഴലിൽ ഭീതിയേറുമ്പോ ആരുമില്ല ഏകനാകുമ്പോ മരണനിഴലിൽ ഭീതിയേറുമ്പോ അസ്ഥി സൈന്യമായി എഴുന്നേൽക്കും മഹത്വം ദേശത്തിൽ വിളങ്ങിയിടും അസ്ഥി സൈന്യമായി നിവർന്നിടും മഹത്വം ദേശത്തിൽ ഓ പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ അസ്ഥി സൈന്യമായി എഴുന്നേൽക്കും മഹത്വം ദേശത്തിൽ വിളങ്ങിയിടും 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 പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ ഏകനായി ആരുമില്ലുമ്പോൾ മരണനിഴലിൽ ഭീതിയേറുമ്പോ ആരുമില്ല ഏകനാകുമ്പോ മരണനിഴലിൽ ഭീതിയേറുമ്പോ അസ്ഥി സൈന്യമായി നിവർന്നിടും മഹത്വം ദേശത്തിൽ വിളങ്ങിയിടും അസ്ഥി സൈന്യമായി നിവർന്നിടും മഹത്വം ദേശത്തിൽ വിളങ്ങിയിടും പരിശുദ്ധ റൂഹ 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 കരങ്ങളെ ഉയർത്തി കണ്ണുനീരോട് കണ്ണുനീരില്ലാത്ത ഉണർവല്ല കണ്ണുകളടച്ച് കല്ലയോ ഒരിക്കൽ കൂടെ ചോദിക്ക് ഒരവസരം കൂടെ തരും കർത്താവേ ഈ പട്ടണത്തിൽ അങ്ങ് ചലിക്കാൻ ഞങ്ങൾക്ക് ഒരവസരം കൂടെ തരണം നിലവിളിച്ച് പ്രാർത്ഥിക്കുക മൗനമായി പ്രാർത്ഥിക്കേണ്ട രാത്രിയല്ല നിലവിളിച്ച് പറ ഒരവസരം കൂടെ താ സഭയായി ചോദിക്കുക ടീമായി ചോദിക്കുക ദൈവദാസന്മാർ ചോദിക്കുക Give us one more chance. Give us one more chance. ഒരു ഉണർവ് ഞങ്ങൾ ചോദിക്കുന്നു അങ്ങയുടെ ചലനം ഞങ്ങൾ ചോദിക്കുന്നു അങ്ങയുടെ ചലനം ഞങ്ങൾക്ക് വേണം യേശു ഇല്ലാത്ത ഉണർവല്ല യേശുവിന്റെ ഉണർവ് യേശുവിന്റെ ചലനം യേശുവിനെ ഉയർത്തുന്ന ചലനം യേശുവിന്റെ നാമം മഹത്വമെടുക്കുന്ന ചലനം ഈ സമൂഹത്തിൽ ഈ സൊസൈറ്റിയിൽ 3.5 കോടി മലയാളികളുടെ ക്യാപിറ്റൽ സിറ്റിയിൽ സകല നാമത്തിന് മേലായ ദൈവപുത്രനായ യേശുവിന്റെ നാമം ഉയരുന്ന ചലനം രാവിലെ ഗുഡ് മോർണിംഗ് പറയുന്നത് തുടങ്ങി രാത്രി ഗുഡ് നൈറ്റ് പറയുന്നത് വരെ മനുഷ്യർ സംസാരിക്കേണ്ടത് വേറെ ആരെയും കുറിച്ചല്ല ഒന്നിനെയും കുറിച്ചല്ല ഈ യേശുവിനെ കുറിച്ച് കമാൺ ചോദിക്ക കണ്ണുനീരോട് ചോദിക്ക ഈ പ്ലാറ്റ്ഫോമിൽ നോക്കല്ലേ നിലവിളിച്ചു ചോദിക്കുക അപ്പാ ഒരു ഉണർവ് തരും ചലിക്കണമേ നിലവിളിച്ചു ചോദിക്കുക എന്റെ കഠിന ഹൃദയത്തെ ഒന്ന് ഉടയ്ക്കണമേ അങ്ങ് ചലിക്കണമേ അങ്ങ് ചലിക്കണമേ ഉയർത്തിയ കരങ്ങളെ സ്വന്തം മാർവോട് ചേർത്ത് വയ്ക്കാൻ സ്വന്തം മാർവോട് ചേർത്ത് വയ്ക്കാൻ ആര് കുനിഞ്ഞു നിൽക്കരുത് സ്വർഗത്തെങ്കിലേക്ക് നോക്ക് ഏറ്റവും പിന്നിൽ ആരോ കരയുന്നു ആ റോഡ് വക്കത്ത് ആരോ കരയുന്നു ഈ മുന്നിൽ നിൽക്കുന്ന സഹോദരങ്ങൾ കരയുന്നു ദൈവദാസന്മാർ കരയുന്നു
നിന്റെ പേരിൽ ദൈവത്തിന് ഒരു ഉണർവുണ്ട്. നിന്റെ അപ്പൻ ചെയ്യാത്ത ശുശ്രൂഷ, നിന്റെ സഭക്കാർ കാണാത്ത ശുശ്രൂഷ നിനക്കൊരു സർപ്രൈസായി ദൈവം തരാൻ പോവാ. നിന്റെ അന്യഭാഷ മാറുകയാണ്. നിന്റെ ദൂതിന്റെ ആഴം വർദ്ധിക്കുകയാണ്. യെസ് 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 നിന്റെ ദൂതിന്റെ ആഴം വർദ്ധിക്കുന്നു കുഞ്ഞെ. നീ രാത്രി മുതൽ സ്വപ്നങ്ങൾ നിനക്കൊരു സാധാ സംഭവങ്ങളായിരിക്കും. നീ രാത്രി മുതൽ ദർശനങ്ങൾ നിനക്കൊരു നിഴൽ പോലെ ദർശനങ്ങൾ നിന്റെ കൂടെ സഞ്ചരിക്കും. കമോൺ, കണ്ണുകൾ അടച്ച് നിലവിളിക്കേണ്ടവർ നിലവിളിക്കും. എല്ലാ ടീനേജേഴ്സും, എല്ലാ കുട്ടികളും, ആ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് എന്ന് പ്രാർത്ഥിക്കുക. അവർ എഴുന്നേറ്റ് എന്ന് പ്രാർത്ഥിക്കാൻ പറ. നിലവിളിച്ചു പ്രാർത്ഥിക്കും. അപ്പച്ചനോട് പറ, എനിക്ക് വേണ്ടത് പണമല്ല, പേരല്ല, പ്രസിദ്ധിയല്ല, സ്ഥാനമല്ല, മാനമല്ല, പ്ലാറ്റ്ഫോം അല്ല. എനിക്ക് വേണ്ടത് അങ്ങയുടെ ചലനം എനിക്ക് കാണണം. പലരും അങ്ങയുടെ പേര് പറഞ്ഞു കോടികൾ സമ്പാദിച്ചു. പലരും അങ്ങേ വിറ്റ് പൈസയാക്കി. എന്നാൽ രക്തസാക്ഷിയായാലും സാരമില്ല, ഒരു ഉണർവ് എനിക്ക് എന്റെ തലമുറയിൽ കാണണം. Come on. പ്രാർത്ഥിക്കട്ടെ. രക്തസാക്ഷിയായാലും സാരമില്ല, അങ്ങയുടെ ചലനം എനിക്ക് കാണണം. അപ്പോസ്തല പ്രവൃത്തിയുടെ 28 അധ്യായങ്ങളുടെ ചലനം എനിക്ക് കാണണം. വിളിച്ചു പറ, ശബ്ദമുയർത്ത്. നിന്റെ നിലവിളി, നിന്റെ പ്രാർത്ഥനാ സ്വരം ചുറ്റും നിൽക്കുന്നവരൊന്ന് കേൾക്കട്ടെ. നിന്റെ ശബ്ദം മറ്റുള്ളവരൊന്ന് കേൾക്കട്ടെ. Come on. ദൂതന്മാർ ഇറങ്ങി നടക്കുക. അഭിഷേകത്തിന്റെ വിവിധ പടവുകൾ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ റിലീസ് ചെയ്യുക. പരിശുദ്ധാത്മാവിന്റെ വിവിധ ഉണർവിന്റെ തലങ്ങൾ ഇന്ന് രാത്രി ഫ്രണ്ട് റോ മുതൽ ലാസ്റ്റ് റോ വരെ വ്യാപരിക്കുക. ആ ചർച്ചിന്റെ പ്രോട്ടോകോളും ആ നിയന്ത്രണവും എല്ലാം വിട്ട് നീയും കർത്താവ് മാത്രം 2 മിനിറ്റ് ഞാൻ സമയം തരുന്നു. കമാൺ, ശബ്ദം ഉയർത്തി. ഫ്രീഡം in this place. Freedom. പ്രൊഫറ്റിക് മണ്ഡലം തുറന്നിരിക്കുക. ഞാൻ ആവർത്തിക്കുന്നു, പ്രൊഫറ്റിക് മണ്ഡലം ഇന്ന് രാത്രി തുറന്നിരിക്കുക. പ്രവചന ശുശ്രൂഷയുടെ മണ്ഡലം ഇന്ന് രാത്രി തുറന്നിരിക്കുക. പ്രവചന ശുശ്രൂഷകളുടെ പുതപ്പ്. നിന്നെ ഞാൻ പ്രവാചകനാക്കുമെന്ന് ആരെങ്കിലും ദൂത് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി മുതൽ നിന്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. Come on, take it. ജീവിതത്തിൽ ആദ്യമായിട്ട് ആരൊക്കെ അന്യഭാഷയിൽ സംസാരിക്കുന്നു? Come on, receive the Holy Spirit. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. നദിയിൽ വെള്ളം ഉയരുന്നതുപോലെ അഭിഷിക്തന്മാരെ, നിന്റെ അഭിഷേകം ഇന്ന് രാത്രി വർദ്ധിക്കുന്നു. അഭിഷിക്തന്മാരെ, പാസ്റ്റേഴ്സ്, ഇവാഞ്ചലിസ്റ്റ്, പ്രവാചകന്മാരെ, അപ്പോസ്തലന്മാരെ, ടീച്ചേഴ്സ്, ഉപദേശകന്മാരെ, നിന്റെ അഭിഷേകം വർദ്ധിക്കുന്നു. തിരിച്ചറിയുന്നവർ യേശുവിന്റെ നാമത്തിൽ അധികം യുദ്ധം കണ്ട ആരൊക്കെയോ എന്നെ കേൾക്കുന്നു. നിന്റെ വീട്ടിൽ വേറെ ആർക്കുമില്ലാത്ത അധികം യുദ്ധം നീ കണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നിന്റെ അതേ വീട് കൊണ്ട് അന്ധകാര പരീക്ഷയുടെ സിംഹാസനത്തെ ഞാൻ കാലിയാക്കുവാൻ പോകുകയാണ്. കണ്ണുകൾ അടച്ച് തീയുടെ ഭാഷ പറ. തീയുടെ ഭാഷ. അഗ്നിനാവുകൾ ജ്വലിക്കട്ടെ. അഗ്നിനാവുകൾ ജ്വലിക്കട്ടെ.
നഷ്ടപ്പെട്ടതാരൊക്കെയോ തിരികെ പിടിക്കുന്നു. നഷ്ടപ്പെട്ടതാരൊക്കെയോ തിരികെ പിടിക്കുന്നു. ഞാൻ കാണുന്നു അടഞ്ഞ വാതിലുകൾ നിന്റെ മുൻപിൽ തുറക്കുന്നു. അടഞ്ഞ വാതിലുകൾ നിന്റെ മുൻപിൽ തുറക്കുന്നു. നിന്നെ മറന്നവർ നിന്നെ ഓർക്കുവാൻ പോകുന്നു. നിന്നെ മറന്നവർ നിന്നെ ഓർക്കുവാൻ പോകുന്നു. നിന്നെ ഇറക്കി വിട്ടവർ നിന്നെ തിരികെ വിളിക്കാൻ പോകുന്നു. നിന്നെ ഇറക്കി വിട്ടവർ നിന്നെ തിരികെ വിളിക്കാൻ പോകുന്നു. നിന്റെ മുൻപിൽ തടസ്സം ഇട്ടതായ തടസ്സങ്ങളെ ചാടിക്കടക്കുവാൻ ഒരു പുതിയ നിയോഗം ഈ രാത്രി നിന്റെ മേൽ വ്യാപരിക്കുന്നു. പാപനുകത്തിൽ തോൽവിയേറ്റ പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ പാപനുകത്തിൽ തോൽവിയേറ്റ നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. അപ്പാ പിതാവേ, അപ്പാ പിതാവേ, നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. അപ്പാ പിതാവേ, അപ്പാ പിതാവേ, അസ്ഥി സൈന്യമായി നിവർത്തിയിടും മഹത്വം ദേശത്തിൽ വിളങ്ങിയിടും. അസ്ഥി സൈന്യമായി നിവർത്തിയിടും മഹത്വം ദേശത്തിൽ വിളങ്ങിയിടും. പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ, വാഗ്ദത്തത്തിൻ സമയമാണ്. മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണ്. മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി
എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ.